ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കാമോ? എല്ലാവരും വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേ. വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്തേ. വളരെ കുറച്ച് പേരെ വീഡിയോ ഓൺ ചെയ്തിട്ടുള്ളൂ. ആതിര കുമാർ, ട്വിൻസി ജോണി, ആരതി, ഡെൽസിയ, കൃഷ്ണശ്രീ, ഇതെന്ത്, നമിത അജിത്, അക്ഷയ്, വിഷ്ണുമായ, അഷ്ടമി സതീഷ്. ഓക്കെ, അപ്പോൾ ഇതാ അജിത്തെ കാണുന്നില്ല. ഇനിയുണ്ട് കുറേ പേര്. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ രാവിലെ ഒന്ന് മീറ്റ് ചെയ്തതാണ്. ബയോളജിയാണ്. ബയോളജിയിലെ സുവോളജിയിലെ ഒരു പാർട്ടാണ് പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ നീറ്റിന് ബയോളജിയിൽ നിന്ന് 100 ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിൽ 90 ചോദ്യത്തിനാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ നീറ്റിൻ്റെ ബയോളജി കുറച്ച് എളുപ്പമായിരുന്നു. പക്ഷേ എളുപ്പം എന്നുള്ളത് ഏതർത്ഥത്തിലാണ്? ചോദ്യങ്ങൾ എളുപ്പമുള്ളതാണെങ്കിലും അത് ആൻസർ ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തോ ഒരു തടസ്സം നമ്മളെ നേരിടുന്നു. എന്താണ് ആ തടസ്സം? ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം, ഇപ്പം ഞാനൊരു ചോദ്യം ഇവിടെ എഴുതാം. ഒരു ചോദ്യം എഴുതാൻ ഞാനിവിടെ ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. ദാറ്റ് ഈസ്, വിച്ച് ഈസ് നോൺ ന്യൂക്ലിയേറ്റഡ്? വിച്ച് ഈസ് നോൺ ന്യൂക്ലിയേറ്റഡ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ 1 ന്യൂട്രോഫിൽ, ഓപ്ഷൻ 2 എരിത്രോസൈറ്റ്, മൂന്നാമത്തത് മോണോസൈറ്റ്, അടുത്തത് ലിംഫോസൈറ്റ്. ഇങ്ങനൊരു ചോദ്യം ഞാനൊരു സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. താഴെ പറയുന്നതിൽ ന്യൂക്ലിയസ് ഇല്ലാത്തത് ഏതിനാണ്? ഉത്തരം അറിയാമായിരിക്കുന്നവർക്ക് അറിഞ്ഞൂടെ? ഏതാ ഉത്തരം? എരിത്രോസൈറ്റ്. ഓക്കെ, നിങ്ങളിപ്പോൾ എരിത്രോസൈറ്റ് എന്ന് പറഞ്ഞു, നിങ്ങളിത് ബബിൾ ചെയ്തു 2. പക്ഷേ ഇപ്പോൾ എരിത്രോസൈറ്റ് എന്ന് 1 സെക്കൻഡ് കൊണ്ട് പറഞ്ഞ നിങ്ങളിൽ പലരും നീറ്റ് എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുമ്പോൾ ഇത് ബബിൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ 10 പ്രാവശ്യം ആലോചിക്കും. എന്താണ്? നിങ്ങൾക്കറിയാം 2 ആണ് ശരി, അത് ബബിൾ ചെയ്യണം. ബബിൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പിടിച്ച് പുറകോട്ട് വലിക്കും. ഒന്നുകൂടെ ആലോചിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കും, 3 ആണോ? അല്ല. 4 ആണോ? അല്ല. 1 ആണോ? അല്ല. 2 തന്നെയാണ്. 2 ബബിൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആരോ പിടിച്ച് പുറകോട്ട് വലിക്കുന്നു. 4 മാർക്കാണ്. തെറ്റിപ്പോയാൽ -1, പിന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. വീണ്ടും ആലോചിക്കും. അപ്പോൾ മനസ്സിന് ശക്തിയില്ലാത്ത, മെൻ്റൽ സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു കുട്ടി ഇത് 2 ആണ് ഉത്തരമെങ്കിലും ഇത് ആൻസർ ചെയ്യാൻ 10 പ്രാവശ്യം ആലോചിച്ചിട്ട് അവസാനം ഇത് ബബിൾ ചെയ്തു. ബബിൾ ചെയ്തപ്പോൾ ആ കുട്ടിക്ക് 4 മാർക്ക് കിട്ടി. എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ് കൊണ്ട് കിട്ടേണ്ട 4 മാർക്ക് ആ കുട്ടിക്ക് കിട്ടാൻ 1 മിനിറ്റ് എടുത്തു. 1 മിനിറ്റ് കൊണ്ട് 4 മാർക്ക് സ്കോർ ചെയ്യുന്നതും 10 സെക്കൻഡ് കൊണ്ട് 4 മാർക്ക് സ്കോർ ചെയ്യുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളിൽ പലർക്കും പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ ഉത്തരം എനിക്ക് അറിയാമായല്ലോ. കാരണം നമ്മളൊരു പരീക്ഷയെ നേരിടുമ്പോൾ നമുക്ക് സംശയമുണ്ടാവും. അതാണോ ശരി, വേറെ വല്ലതും ആണോ ശരി, തെറ്റിപ്പോവുമോ, ഒന്നുകൂടെ ആലോചിക്കണ്ടേ? ഇതിനെ വിളിക്കുന്ന പേരാണ് ഒബ്സഷൻ. സംശയം, മടിച്ചു നിൽക്കുക, സംശയം. അത് ചില ചോദ്യങ്ങൾക്ക് വളരെ കൂടുതലാണ്. 2 ഉത്തരം കണ്ടാൽ ഏകദേശം ഒരുപോലിരിക്കുന്നതുണ്ട്. അപ്പോൾ അത് 2 ആണോ 3 ആണോ ശരി, അതാണ് സംശയം. നോക്കിയപ്പോൾ 3 ആണ് അതിൻ്റെ ആൻസർ.
ധൈര്യമായിട്ട് 3 ബബിൾ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ 2ൽ ഒന്നുകൂടെ നോക്കും. അങ്ങനെ പല പ്രാവശ്യം നോക്കി 1.5 മിനിറ്റോ 2 മിനിറ്റോ എടുക്കും അത് ബബിൾ ചെയ്യാൻ. അതാണ് ഒബ്സഷൻ, സംശയിച്ച് നിൽക്കുക. പിന്നെ വേറൊരു കുഴപ്പമുണ്ട്. 131ാമത്തെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ എഴുതി, അതിൻ്റെ ആൻസർ 2 ആണെന്ന് കണ്ടു, നിങ്ങളത് ബബിൾ ചെയ്തു. അടുത്തത് നിങ്ങൾ 132ാമത്തെ ചോദ്യം ആൻസർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ 131ൻ്റെ ആൻസറിലേക്ക് ഒന്നുകൂടെ നോക്കും. 130 ശരിയാണോ, തെറ്റിപ്പോയോ, ഇങ്ങനെ. അതായത് 132ാമത്തെ ചോദ്യം ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. എന്തുകൊണ്ട്? പണ്ട് ആൻസർ ചെയ്ത്, നേരത്തെ ആൻസർ ചെയ്ത് ശരിയാണോ എന്ന് ഒന്നുകൂടെ എത്തി വലിഞ്ഞു നോക്കും. ഇല്ല, 131 ശരി, 2 തന്നെയാണ് കറക്റ്റ്, കുഴപ്പമില്ല, 2 കറക്റ്റാണ് എന്ന് 10 പ്രാവശ്യം പറയും, ശരി കറക്റ്റാണ്, എങ്കിൽ 132 ഒന്നുകൂടെ എഴുതാം. 132 വീണ്ടും ആൻസർ ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ ഒന്നുകൂടെ എത്തി വലിഞ്ഞാൽ 131ൻ്റെ ആൻസറിലേക്ക് ഒന്ന് തെറ്റിപ്പോയി കാണും. ഇതിൻ്റെ പേരാണ് കമ്പൽഷൻ. കമ്പൽഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. കാരണം ചെയ്ത കാര്യം ശരിയാണോ എന്ന് വീണ്ടും ഉറപ്പ് വരുത്തുക. ഈ മാനസികാവസ്ഥയുടെ പേര് കമ്പൽഷൻ. ശരിയാണോ എന്ന് സംശയിച്ചിരിക്കുക, ഒബ്സഷൻ. എൻ്റെ മുമ്പിലിരിക്കുന്ന 95% കുട്ടികളെ അലട്ടുന്ന രോഗം എന്താണെന്ന് പറയാം? ഒരു മാനസിക രോഗം. എനിക്കും ഉണ്ട് കേട്ടോ അത്. നിങ്ങൾക്ക് 95% പേർക്കുള്ള മാനസിക രോഗത്തിൻ്റെ പേരാണ് OCD, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. ഈ ഒരു മാനസികാവസ്ഥ സാധാരണ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. കേട്ടിട്ടുണ്ടോ ഇതിനെക്കുറിച്ച്? നിത്യജീവിതത്തിലുണ്ട്. ഭാര്യയും ഭർത്താവും 2 മക്കളും കൂടെ തിരുവനന്തപുരത്തു നിന്ന് കാറിൽ വീടൊക്കെ പൂട്ടിയിട്ട് നേരെ എറണാകുളത്തേക്ക് പോവുക. വണ്ടി ആറ്റിങ്ങലിൽ ചെന്നപ്പോൾ ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, വീട് പൂട്ടിയായിരുന്നോ? നീ പൂട്ടിയില്ലായിരുന്നോ? അല്ല, നിങ്ങളല്ല പൂട്ടി. അപ്പോൾ ഒരു സംശയം, വീട് പൂട്ടിയോ എന്നൊരു സംശയം. വണ്ടി തിരിച്ചുവിട്ട് തിരുവനന്തപുരത്തെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ വീട് പൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? വീട് ഒന്നുകൂടെ തുറന്നിട്ട് 25 പ്രാവശ്യം പൂട്ട് പിടിച്ച് വലിക്കും. അതിൻ്റെ പേരാണ് കമ്പൽഷൻ. എറണാകുളത്തേക്ക് പോകേണ്ടവർ ആറ്റിങ്ങലിൽ പോയിട്ട് തിരിച്ചു വന്നു, സംശയം, ഒബ്സഷൻ. രണ്ടാമത് വീട് ഒന്നുകൂടെ പൂട്ടിയിട്ട് പൂട്ട് 25 പ്രാവശ്യം വലിക്കും. അങ്ങനെയുണ്ട് കമ്പൽഷൻ. ഈ ഒരു ചെറിയ മാനസികാവസ്ഥയുള്ളവരാണ് നീറ്റ് എഴുതാൻ പോകുന്നതിൽ നിങ്ങൾ ഭൂരിപക്ഷം. ഇത് നിങ്ങൾ മറികടന്നേ പറ്റൂ. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉള്ളവർക്ക് മുമ്പോട്ട് നീങ്ങാനൊക്കത്തില്ല. തെറ്റി നിൽക്കുക. 180 ചോദ്യം ആൻസർ ചെയ്യണം, തെന്നി നിൽക്കുക, മുമ്പോട്ട് അങ്ങോട്ട് നീങ്ങുന്നില്ല. അതേസമയം ഈ അവസ്ഥയെ മറികടക്കുന്ന കുട്ടികളുണ്ടല്ലോ, നല്ല റോക്കറ്റ് വേഗത്തിൽ ആൻസർ ചെയ്യും. ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കത്തില്ല. അത് ശരിയാണെങ്കിൽ ശരി, പോകണമെങ്കിൽ പോട്ടെന്നുള്ള അടുത്തത് എഴുതും. അപ്പോൾ ഓരോ ചോദ്യത്തിലും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ നേരത്തെ തെറ്റിച്ച ഒരു ആൻസറിനെ ഓർത്ത് നമ്മൾ വിഷമിക്കും, ഞാനത് തെറ്റിച്ച് കളഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് മറ്റൊരു ചോദ്യം ആൻസർ ചെയ്യാനുള്ള കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. സെഫേറിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ 2022 നീറ്റ് എഴുതുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു, ഇത് നിങ്ങളിൽ നിന്ന് ഞാൻ അകറ്റിത്തരാം. OCD ഒക്കെ നിങ്ങൾ വലിച്ച് ദൂരക്കളയും. അപാരമായ മെൻ്റൽ സ്ട്രെങ്ത്, അതും നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ പരീക്ഷയെ എങ്ങനെ നേരിടണം എന്നുള്ള ചില സൂത്രവാക്യങ്ങളും കൂടെ നമ്മൾ പഠിക്കും. ഇതൊക്കെ ഇൻട്രൊഡക്ഷനായിട്ടൊരു ക്ലാസ് പറഞ്ഞതേ ഉള്ളൂ ഞാൻ. നമുക്കേതായാലും നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മൾ ഹ്യൂമൻ ഫിസിയോളജിയിലെ കുറേ ചാപ്റ്റേഴ്സാണ് തുടങ്ങുന്നത്. അപ്പോൾ ഹ്യൂമൻ ഫിസിയോളജി നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ 2019-20 പഠിച്ചത്. പക്ഷേ 2019-20 അവസാന സമയമായപ്പോഴാണ് ഈ കോവിഡൊക്കെ വന്നത്. അതുകൊണ്ട് പല സ്കൂളുകളിലും ടോപ്പിക്കുകളൊന്നും തീർന്നിട്ടില്ല. ഫസ്റ്റ് ഇയർ പോർഷൻസ് ശരിയായിട്ട് എടുത്തിട്ടുമില്ല. മാത്രവുമല്ല CBSE സിലബസുകാർക്ക് ഫസ്റ്റ് ഇയറിൽ പരീക്ഷയില്ല. സ്റ്റേറ്റ് സിലബസുകാർക്ക് മാത്രമേ ഫസ്റ്റ് ഇയറിൽ പരീക്ഷയുള്ളൂ. അപ്പോൾ CBSE സ്കൂളുകളിൽ പലപ്പോഴും ഫസ്റ്റ് ഇയർ പോർഷൻസ് പൂർണ്ണമായും തീർക്കാറില്ല, ഓടിച്ച് പഠിപ്പിക്കും.
വളരെ നേരത്തെ സെക്കൻഡ് ഇയർ പോർഷൻസ് തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് ഫസ്റ്റ് ഇയറിലെ പല കാര്യങ്ങളും എനിക്ക് ഉറപ്പായിട്ടറിയാം. ഹ്യൂമൻ ഫിസിയോളജിയൊക്കെ നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് മിക്കവാറും ഡിലീറ്റഡായി കാണും, എല്ലാം ഡിലീറ്റഡായി കാണും. ഓക്കെ, ആ ഹ്യൂമൻ ഫിസിയോളജിയിലെ ആദ്യത്തെ ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ്? ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഈ ചാപ്റ്റർ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്നുള്ളൊരു ചാപ്റ്ററാണ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ NCERT ടെക്സ്റ്റ് മുമ്പിൽ തുറന്ന് വെക്കണം. എല്ലാവരുടെ കയ്യിലും NCERT ടെക്സ്റ്റ് ഉണ്ട്. ടെക്സ്റ്റ് മുമ്പിൽ തുറന്ന് വയ്ക്കുക. ഒരു നോട്ട്ബുക്ക് കയ്യിലുണ്ടായിരിക്കണം. ഓൺലൈൻ ക്ലാസ്സുകളെ ഓഫ്ലൈൻ ക്ലാസ്സായിട്ട് നമ്മൾ അങ്ങോട്ട് സങ്കല്പിക്കുക. ഇത് നിങ്ങൾ വീട്ടിലിരുന്നാണ് ഇത് കാണുന്നതെങ്കിലും ആ ഇരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ റൂമല്ല, അത് ക്ലാസ് റൂമാണെന്നുള്ളൊരു ബോധം നിങ്ങളിലുണ്ടാകുക. നിങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ നിങ്ങളുടെ കൂട്ടുകാരിരിപ്പുണ്ട് എന്ന് സങ്കല്പിക്കുക. മുമ്പിൽ ഞാൻ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിനിമാ തിയേറ്ററിൽ നിന്ന് സിനിമ കാണുമ്പോൾ സിനിമയിൽ നമ്മളിങ്ങനെ മുഴുകിയിരിക്കുന്നത് പോലെ വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ക്ലാസ് റൂമിൻ്റെ ഒരു ആംബിയൻസ് നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിക്കണം. അപ്പോൾ നിങ്ങൾ അറിയാതെ ഇത് ക്ലാസ്സിലിരിക്കുകയാണ് എന്ന് നിങ്ങൾ തോന്നും. അങ്ങനെ ക്ലാസ്സിലിരിക്കുക എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഓഫ് ചെയ്ത് പോകാനൊക്കത്തില്ല. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇങ്ങനെ കാണണം. അപ്പോൾ ആ ഒരു ആംബിയൻസ് സൃഷ്ടിക്കണം, എങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ നോട്ട് തീർച്ചയായിട്ടും, നോട്ടെന്ന് പറയുമ്പോൾ ബോർഡ് എക്സാമിനേഷന് സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ നെടുനീള നോട്ടുകളൊന്നും ഇവിടെ തരത്തില്ല. എൻട്രൻസിൻ്റെ നോട്ടെന്ന് പറഞ്ഞാൽ പോയിൻറ്റ്സ് മാത്രം. എൻട്രൻസിൻ്റെ നോട്ട് എഴുതുന്നതിനൊരു പ്രത്യേക സ്റ്റൈലുണ്ട്, പ്രത്യേകിച്ചും ബയോളജിയുടെ നോട്ട്. ക്ലാസ്സിലെ ബോർഡ് എക്സാമിനേഷനെ പോലെ നീട്ടിപ്പിടിച്ച് നോട്ട് എഴുതി നോട്ട് കാണാതെ പഠിച്ചെഴുതുന്ന പരീക്ഷയല്ല. പല കുട്ടികളും പറയാറുണ്ട് നോട്ട് തരുന്നില്ല. ഇതെന്താ, നോട്ട് തന്ന് കാണാതെ പഠിച്ച് A+ വാങ്ങിക്കുന്ന പരീക്ഷയാണോ? എൻട്രൻസിന് വേണ്ടത് പോയിൻറ്റ്സാണ്. ആ പോയിൻറ്റ്സ് വളരെ ചെറിയ സിമ്പൽ കൊടുത്തെഴുതണം. നീട്ടിപ്പിടിച്ച സെൻറ്റൻസ് ഒന്നും വേണ്ട, ഗ്രാമറൊന്നും നോക്കണ്ട, പോയിൻറ്റ്സ്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നു അഡ്രിനാലിൻ ഇൻക്രീസസ് ഹാർട്ട് റേറ്റ് എന്ന് ഞാൻ പറയുന്നു. അഡ്രിനാലിൻ ഇൻക്രീസസ് ഹാർട്ട് റേറ്റ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ എഴുതി, അഡ്രിനാലിൻ ഇൻക്രീസസ് ഹാർട്ട് റേറ്റ്. ഇത്ര എഴുതാൻ ഒരുപാട് സമയമെടുത്തു. അപ്പോൾ അഡ്രിനാലിൻ്റെ സ്പെല്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾക്കൊരു സംശയം. ഇത് എൻട്രൻസിൻ്റെ നോട്ട് എഴുതുന്ന കുട്ടി എങ്ങനെയാണ് എഴുതുന്നറിയാമോ? അഡ്രിനാലിൻ ഇൻക്രീസസ് ഹാർട്ട് റേറ്റ്, ഇങ്ങനെയാണ് എഴുതുന്നത്. എൻട്രൻസിൻ്റെ നോട്ട് ADR എന്ന് പറഞ്ഞാൽ അഡ്രിനാലിൻ്റെ കോഡായിട്ട് നിങ്ങൾ മനസ്സിലങ്ങോട്ട് വിചാരിക്കുക. അഡ്രിനാലിൻ മോളിലോട്ട് ആരോ ഇട്ടാൽ ഇൻക്രീസസ്, HR എന്ന് വെച്ചാൽ ഹാർട്ട് റേറ്റ്. അഡ്രിനാലിൻ ഇൻക്രീസസ് ഹാർട്ട് റേറ്റ്. ഇത് എഴുതാൻ എത്ര സമയം എടുത്തു? ഇതെഴുതാൻ എടുക്കുന്നതിനെക്കാട്ടും 4/1 സമയമുള്ളൂ. മാത്രമല്ല ഇത് ഓർത്തിരിക്കാൻ പ്രയാസമാണ്. നിങ്ങളുടെ ബ്രെയിനിന് സെൻറ്റൻസ് ഇംപ്രിൻ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതേസമയം ഇതൊരു സെൻറ്റൻസ് അല്ല, ഇതൊരു പിക്ചറാണ്. ബ്രെയിനിന് പിക്ചേഴ്സാണ് ഏറ്റവും എളുപ്പത്തിൽ വലിച്ചെടുക്കാൻ കഴിയുന്നത്. സെൻറ്റൻസുകൾ കാണുമ്പോൾ ബ്രെയിനിന് ഇഷ്ടമല്ലാതെ, സെൻറ്റൻസുകൾ ഓർത്തിരിക്കുന്നത് ബ്രെയിനിന് ഇഷ്ടമല്ല. ബ്രെയിൻ ഇതാണ്. ഇനി അസറ്റൈൽ കോളിൻ ഡിക്രീസസ് ഹാർട്ട് റേറ്റ്. അസറ്റൈൽ കോളിൻ ഡിക്രീസസ് ഹാർട്ട് റേറ്റ്. എന്തെളുപ്പം. അഡ്രിനാലിൻ ഇൻക്രീസസ് ഹാർട്ട് റേറ്റ്, അസറ്റൈൽ കോളിൻ ഡിക്രീസസ് ഹാർട്ട് റേറ്റ്. ഇത് നോട്ടിലുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ അഡ്രിനാലിൻ എന്ന് പറഞ്ഞ 4 ഓപ്ഷൻ, ഇതുടനെ ഓർമ്മ വരും. ഇത് ഓർമ്മ വരത്തില്ല. അപ്പോൾ ബയോളജിയിലെ നോട്ട് എഴുതുന്നതിൻ്റെ സ്റ്റൈലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ബയോളജി എൻട്രൻസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ നോട്ട്ബുക്ക് ഒരാൾ നോക്കിയാൽ അവർക്കൊന്നും മനസ്സിലാകത്തില്ല. കുട്ടിക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. മുകളിലോട്ട് ആരോ താഴോട്ടൊരാരോ, ഷോർട്ട് ഫോം. കിഡ്നി എന്ന് നിങ്ങൾ എഴുതണ്ട. കിഡ്നി എന്നുള്ളതിന് ഇങ്ങനെ എഴുതിയാൽ മതി. കിഡ്നി എന്ന് എഴുതുന്നതിന് കിഡ് എന്ന് എഴുതിയാൽ മതി. ലിവർ എന്നുള്ളതിന് LIV എന്നിട്ടാൽ മതി. ലിവർ ആയി കഴിഞ്ഞു. ലിവർ. ഇത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് നിങ്ങൾ അടുത്ത വർഷം MBBSന് ചേരുമ്പോൾ.
MBBS ക്ലാസ്സിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ 1 മണിക്കൂറിൻ്റെ ക്ലാസ്സിൽ ഒരു പ്രൊഫസർ ഇങ്ങോട്ട് വന്നിട്ട് 5 മണിക്കൂർ കൊണ്ട് പഠിപ്പിക്കേണ്ട കാര്യം 1 മണിക്കൂർ കൊണ്ട് വളരെ സ്പീഡിൽ പഠിപ്പിച്ചിട്ട് ഇറങ്ങി അങ്ങ് പോകും. കുട്ടികളിങ്ങനെ മിഴിച്ചിരിക്കും. MBBS ക്ലാസ് നിങ്ങൾ സാധാരണ വിചാരിക്കുന്ന പോലെയല്ല. കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ നിൽക്കുമ്പോൾ രാജധാനി എക്സ്പ്രസ് പോയ പോലെ ഇരിക്കും. കണ്ണടച്ച് തുറക്കുമ്പോഴത്തെ ട്രെയിൻ അങ്ങ് പോയി കഴിഞ്ഞു. അയ്യോ സാറേ നോട്ട് തന്നില്ല, പിടിച്ച് പുറത്താക്ക്. MBBSന് നോട്ടോ? അപ്പോൾ MBBSന് പഠിക്കുന്ന കുട്ടികളുടെ നോട്ട് ബുക്ക് നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും MBBSന് പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലെക്ചർ നോട്ട്സ് ഒന്ന് നോക്കണം. അതിനകത്ത് കുറേ ആരോയും കുറേ വരകളും അതും ഇതും ഇങ്ങനെയൊക്കെ കാണും. ഇങ്ങനെ ഇതെന്താ ഇത്? അപ്പോൾ അവർക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ചുരുങ്ങിയ സമയത്തിൽ മാക്സിമം പോയിൻറ്റ്സ് നമ്മൾ എഴുതിയെടുക്കണമെങ്കിൽ ഷോർട്ട് ഫോമിൽ എഴുതി ശീലിക്കണം. ബയോളജിക്ക് അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്താലുള്ള ഗുണം വെച്ചാൽ ക്ലാസ് ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമെന്ന് ഇവിടെ നോട്ട് എഴുതുന്നില്ല, ഉടനെ അടുത്ത കുട്ടി എന്തായിരുന്നു പറഞ്ഞത്, അതിൻ്റെ സ്പെല്ലിംഗ് എന്താ? അതുകൊണ്ട് അതിനൊക്കെ ഒരു പ്രത്യേക രീതികളുണ്ട്. അതൊക്കെ നമ്മൾ ഇനി കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. ഓക്കെ, ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷനാണ് നമ്മുടെ വിഷയം. അപ്പോൾ ഞാൻ ആദ്യം ഒരു കാര്യം ചോദിക്കാം, 1-2 ചോദ്യങ്ങൾ. വാട്ട് ഈസ് ദ ഇമ്മീഡിയറ്റ് സോഴ്സ് ഓഫ് എനർജി ഫോർ അവർ ലൈഫ് ആക്ടിവിറ്റീസ്? ഏതാണ്? ഫുഡല്ല, ഇമ്മീഡിയറ്റ് സോഴ്സാണ് ചോദിച്ചത്. കാരണം ഫുഡിൽ നിന്ന് എനർജി കിട്ടണമെങ്കിൽ കുറേ താമസിക്കും. മനുഷ്യ ശരീരത്തിൽ എത്ര സെല്ലുകളുണ്ട്? മനുഷ്യ ശരീരത്തിൽ എത്ര സെല്ലുകളുണ്ടെന്ന് ചോദിക്കുന്നത് ഒരു മണ്ടൻ ചോദ്യമാണ്. എങ്കിലും ഞാൻ പറയാം, മനുഷ്യ ശരീരത്തിൽ ഏകദേശം ഒരു 10⁻15 സെൽസ് എന്നൊക്കെ പറയാം. മില്യൺസ് ഓഫ് സെൽസ് ചേർന്നാണ് നമ്മുടെ ശരീരം. മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള കോടിക്കണക്കിന് സെല്ലുകളുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ്. ഓരോ സെല്ലും നമുക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ ശരീരത്തിലുള്ള സെല്ലുകൾ എനിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയല്ല. അപ്പോൾ എൻ്റെ ശരീരത്തിലുള്ള സെല്ലുകൾ പ്രവർത്തിക്കണമെങ്കിൽ ആ സെല്ലുകൾക്ക് വാട്ട് ഈസ് ദ ഇമ്മീഡിയറ്റ് സോഴ്സ് ഓഫ് എനർജി? ഫുഡല്ല, വേറെ എന്താണ്? വെരി ഗുഡ്, ATP ആണ്. ATP ഈസ് ദ ഇമ്മീഡിയറ്റ് സോഴ്സ് ഓഫ് എനർജി. അഡനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ATP സെല്ലിന് എനർജിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ATPയെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ATPയെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? ATP is broken down to ADP plus inorganic phosphate plus energy. ഈ എനർജി ഉപയോഗിച്ചാണ് സെല്ലുകൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ATPയെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ, ആ കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ലിബറേറ്റ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ചിട്ടാണ് സെല്ലുകൾ അവരുടെ ജോലികൾ നിർവഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സെല്ലുകളിൽ ATPയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയയിൽ. ATPയുടെ നിർമ്മാണം മാത്രമല്ല, ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ATP മോളിക്യൂൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ATM കൗണ്ടറാണ് മൈറ്റോകോൺട്രിയ. സെല്ലുകളിൽ കാണുന്ന ATM കൗണ്ടറുകളാണ് മൈറ്റോകോൺട്രിയ. സെല്ലിന് എപ്പോൾ എനർജി ആവശ്യമുണ്ടെങ്കിലും മൈറ്റോകോൺട്രിയ ആകുന്ന ATM കൗണ്ടറിൽ നിന്ന് പൈസ ആകുന്ന ATP വിഡ്രോ ചെയ്യുന്നു, അത് ചെലവാക്കുന്നു. അങ്ങനെ വരുമ്പോൾ സെല്ലിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ATPയുടെ അളവ് കുറഞ്ഞു വരും. ATPയുടെ അളവ് കുറഞ്ഞു വരും. അങ്ങനെ വരുമ്പോൾ ATP പിന്നെ എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത്? ഹൗ ദ സെൽ സിന്തസൈസ് ATP? ഇത് തിരിച്ചിട്ടാൽ മതി. ADPയുടെ കൂടെ ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ചേർക്കണം. അതിനെന്ത് വേണം? എനർജി വേണം. ഈ എനർജി ഉപയോഗിച്ച് കഴിഞ്ഞു. നേരത്തെ റിലീസ് ചെയ്ത എനർജി സെല്ലത് ജോലി ചെയ്യാൻ ഉപയോഗിച്ചപ്പോൾ ഇനി പുതിയ എനർജി എങ്ങനെ ഉണ്ടാകും? വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് എനർജി? എനർജി എങ്ങനെയാണ്? ഫ്രം ഫുഡാണ്. എനർജി ഫ്രം ഫുഡ്. ഫുഡ് ഈസ് ദ സോഴ്സ് ഓഫ് എനർജി. അങ്ങനെയാണെങ്കിൽ സെല്ലുകൾ എന്ത് ചെയ്യുന്നു? സെല്ലിനകത്ത് നടക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. ഫുഡിൽ നിന്ന് എങ്ങനെ എനർജി ഉൽപ്പാദിപ്പിക്കാം, ആ എനർജി ഉപയോഗിച്ച് ATP നിർമ്മിക്കാം. ഫുഡിൽ നിന്ന് എങ്ങനെയാണ് എനർജി റിലീസ് ചെയ്യുന്നത്? ഫുഡിൻ്റെ കെമിക്കൽ ബോണ്ടിനകത്ത് എനർജി ഉണ്ട്. എന്ത് ചെയ്യണം? ഫുഡിൽ നിന്ന് എങ്ങനെ എനർജി ഉണ്ടാക്കുന്നത്? സെല്ലിനകത്ത് വെച്ച് ഫുഡിനെ ഓക്സിജൻ്റെ പ്രസൻസിൽ ബ്രേക്ക് ഡൗൺ ചെയ്യും.
ഫുഡ് എടുത്തിട്ട് ഫുഡിനകത്തേക്ക് ഓക്സിജൻ അങ്ങോട്ട് ചേർക്കും. അങ്ങനെ വരുമ്പോൾ ഫുഡിൽ നിന്ന് എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാകും, പിന്നീട് എനർജി ഉണ്ടാവും. ആ എനർജി ഉപയോഗിച്ച് ATP നിർമ്മിക്കാം. ATP. അപ്പോൾ ഫുഡിനെ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ ഓക്സിഡൈസ് ചെയ്യുന്നു. ഈ പ്രോസസ്സിൻ്റെ പേരെന്താണ്? എന്താ അതിൻ്റെ പേര്? റെസ്പിറേഷൻ. ഇതാണ് റെസ്പിറേഷൻ. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഫുഡിനെ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്നും വാട്ടർ എന്നും പറഞ്ഞ വേസ്റ്റും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ATP നിർമ്മിക്കാൻ ഫുഡിനെ ഉപയോഗിക്കും. സെല്ലുകൾ ഏറ്റവും കൂടുതൽ ATP നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഫുഡ് എന്താണ് അറിയാമോ? ഏതാ? ഗ്ലൂക്കോസ്. വെരി ഗുഡ്. ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസിൽ നിന്ന് എത്ര ATP ഉണ്ടാക്കും അറിയാമോ? 38 ATP. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്ന് 38 ATP മോളിക്യൂള് റെസ്പിറേഷൻ്റെ സമയത്തുണ്ടാകും. അപ്പോൾ സെല്ലുകളിൽ റെസ്പിറേഷൻ നടക്കുമ്പോഴാണ് ATP നിർമ്മിക്കുന്നത്. റെസ്പിറേഷൻ നടക്കണമെങ്കിൽ സെല്ലിന് 2 കാര്യങ്ങൾ സപ്ലൈ ചെയ്യണം. ഏതൊക്കെയാണ്? ഫുഡും സപ്ലൈ ചെയ്യണം, ഓക്സിജനും സപ്ലൈ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ് സെല്ല്. ഇത് സെല്ലാണ്. സെല്ലിന് ഫുഡ് സപ്ലൈ ചെയ്യണം. ഫുഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഉദാഹരണം ഗ്ലൂക്കോസ്. ഓക്സിജനും സപ്ലൈ ചെയ്യണം. സെല്ലിന് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫുഡും ഓക്സിജനും സപ്ലൈ ചെയ്യുന്ന ആരാ? ബ്ലഡാണ്. ബ്ലഡ് വഴി ഫുഡ് സെല്ലിന് കിട്ടുന്നു. ഗ്ലൂക്കോസ് ബ്ലഡ് വഴി ഓക്സിജൻ സെല്ലിന് കിട്ടുന്നു. ഈ ബ്ലഡിലേക്ക് ഓക്സിജൻ വന്നത് എവിടെ നിന്നാണ്? ലങ്സിൽ നിന്നാണ്. ബ്ലഡിലേക്ക് ഇത് വന്ന് എവിടെ നിന്നാണ്? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്നാണ്. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ജോലി എന്താണ്? ഫുഡിനെ പ്രോസസ്സ് ചെയ്ത് ബ്ലഡ് വഴി സെല്ലിലെത്തിക്കുക. ലങ്ങിൻ്റെ ജോലി എന്താണ്? ഓക്സിജനെ പ്രോസസ്സ് ചെയ്ത് ബ്ലഡിലെത്തിക്കുക. അപ്പോൾ ബ്ലഡ് വഴിയാണ് സെല്ലിന് ഓക്സിജനും കിട്ടുന്നത്, ഫുഡും കിട്ടുന്നത്. സെല്ല് ഓക്സിജൻ എടുത്ത് ഫുഡുമായിട്ട് ചേർത്തുമ്പോൾ ഫുഡ് ബേൺ ചെയ്യും. ദ ബേണിംഗ് ഓഫ് ഫുഡിനെ വിളിക്കുന്ന പേരാണ് റെസ്പിറേഷൻ. അതിന് വേറൊരു പേരുണ്ടല്ലോ, എന്താണെന്നറിയാമോ? ഒരു ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സിന് വേറൊരു പേര് കമ്പസ്റ്റ്യൻ. കേട്ടിട്ടുണ്ടോ ഈ വാക്ക്? കമ്പസ്റ്റ്യൻ. കമ്പസ്റ്റ് എന്ന് വെച്ചാൽ ബേണിംഗ്. നമ്മുടെ സെല്ലിനകത്ത് വെച്ച് ഫുഡ് ബേൺ ചെയ്യുന്നു. ആ ബേണിങ്ങിനെ നമ്മൾ റെസ്പിറേഷൻ അല്ലെങ്കിൽ കമ്പസ്റ്റ്യൻ എന്ന് വിളിക്കാം. ഏതൊരു വസ്തുവും ബേൺ ചെയ്യാൻ എന്ത് വേണം? ഓക്സിജൻ വേണം. കത്തുന്ന മെഴുകുതിരി ബെൽജാറ് കൊണ്ട് അടച്ചാൽ അത് കെട്ടുപോകുന്നു. എന്തുകൊണ്ട്? ഓക്സിജൻ ഇല്ല. കാറിൽ പെട്രോൾ ഒഴിച്ചു, പക്ഷേ പെട്രോൾ ബേൺ ചെയ്യണമെങ്കിൽ ഓക്സിജൻ വേണം. മണ്ണെണ്ണ വിളക്ക് കത്തണമെങ്കിൽ ഓക്സിജൻ വേണം. ഏത് ബേണിംഗ് പ്രോസസ്സ് നടക്കണമെങ്കിൽ ഓക്സിജൻ വേണം. അപ്പോൾ സെല്ലിനകത്ത് നടക്കുന്ന ബേണിംഗ് പ്രോസസ്സിൻ്റെ പേരാണ് റെസ്പിറേഷൻ. ഫുഡാണ് അവിടെ ഫ്യൂവൽ. മണ്ണെണ്ണയല്ല, പെട്രോളല്ല, ഫുഡാണ് അവിടെ ഫ്യൂവൽ. സെല്ലിൻ്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് ഫുഡ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് ഫ്യൂവൽ നിറച്ചിട്ടായിരിക്കും വന്നിരിക്കുന്നത്, അല്ലേ? ഉച്ചയ്ക്ക് 1 മണിക്കും 2 മണിക്കും ഇടയ്ക്ക് നിങ്ങൾ ലഞ്ച് കഴിച്ചു. എന്താണ് ശരിക്കും ലഞ്ച് കഴിച്ചത്? നിങ്ങൾ മനുഷ്യ ശരീരമാകുന്ന വാഹനത്തിൽ പെട്രോൾ നിറച്ചു, ഫുഡ്. ഞാനും പെട്രോൾ നിറച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഞാനിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ 10,000 ATP മോളിക്യൂളാണ് പടക്കം പൊട്ടുന്ന പോലെ പൊട്ടുന്നത്. ഒരു വൈകുന്നേരം ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ക്ഷീണിതനാവും. ATP കുറഞ്ഞു. വീണ്ടും പോയി ഞാൻ ആഹാരം കഴിച്ചു, റെസ്പിറേഷനൊക്കെ നടന്നു, വീണ്ടും എനർജി. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്? വൈ ഷുഡ് വി ടേക്ക് ഫുഡ്? വൈ ഷുഡ് വി ടേക്ക് ഫുഡ്? സാധാരണക്കാരനായ ഒരാളോട്, വലിയ ശാസ്ത്രത്തെക്കുറിച്ചൊന്നും അറിവില്ലാത്ത ഒരു സാധാരണ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആഹാരം കഴിക്കുന്നത്?
അയാളുടെ ഉത്തരം എന്തായിരിക്കും? വിശപ്പ് മാറാൻ. സയൻസ് അറിയാവുന്ന ഒരാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആഹാരം കഴിക്കുന്നത്? എൻ്റെ സെല്ലുകൾക്ക് ATP നിർമ്മിക്കാൻ. ഫുഡ് കഴിക്കുന്നത് ATP നിർമ്മിക്കാൻ. ഇപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്ക് ചോറ്, കൂട്ടാൻ, അത് ഇത്, ചിലർക്കാണെങ്കിൽ ബിരിയാണി കഴിച്ചവർ കാണും, അതൊക്കെ കഴിച്ച് എന്തായാലും മതി. ATP നിർമ്മാണം ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ATP സിന്തസിസ് നടന്നുകൊണ്ടിരിക്കുക. 2 ദിവസം ആഹാരം കഴിക്കാതിരുന്നാൽ ജോലി ചെയ്യാനുള്ള എനർജി ഇല്ല. എന്തുകൊണ്ട്? ആഹാരം കഴിക്കാതിരുന്നാൽ സെല്ലിൽ റെസ്പിറേഷൻ നടക്കാൻ ആവശ്യമുള്ള സോഴ്സ് ഓഫ് ഫ്യൂവലില്ല. ഫ്യൂവലില്ലെങ്കിൽ പിന്നെ എങ്ങനെ ATP ഉണ്ടാക്കും? അപ്പോൾ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ATP നിർമ്മിക്കാൻ ആവശ്യമുള്ള ഫ്യൂവൽ നമ്മൾ നിറച്ചില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ആദ്യത്തെ ഫ്യൂവൽ, ഉച്ചയ്ക്ക് ലഞ്ച് രണ്ടാമത്തെ ഫ്യൂവൽ, വൈകുന്നേരം 2 പരിപ്പോടെ ഒരു ചായ അടുത്ത ഫ്യൂവൽ, വൈകുന്നേരം 8 മണിക്ക് ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട, ബീഫ് അതെല്ലാം കൂടെ കഴിച്ചു അടുത്ത ഫ്യൂവൽ കഴിച്ചിട്ടാണ് ഉറങ്ങുന്നത്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈ രാത്രിയിൽ 7 മണി 8 മണി കഴിഞ്ഞാൽ ഈ 10-25 പൊറോട്ടയും ചിക്കനും അതും ബിരിയാണിയും കഴിക്കുന്നതിൻ്റെ കാര്യം വല്ലതും ഉണ്ടോ? നിങ്ങൾ കഴിച്ചിട്ട് ഉറങ്ങാനല്ലേ പോകുന്നത്. ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് എനർജി റിലീസിങ് പ്രോസസ്സ് നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ എന്തിനാണ്? അതുകൊണ്ട് വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ അധികം ആഹാരം കഴിക്കരുത്. ലോകത്ത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ആഹാരം കഴിക്കുന്ന ഒരേ ഒരു ജീവി ഏതാണെന്നറിയാമോ? മനുഷ്യൻ. മൃഗങ്ങൾ 6 മണി കഴിഞ്ഞാൽ ആഹാരം കഴിക്കത്തില്ല. ഈ രാത്രിയിൽ സഞ്ചരിക്കുന്ന പാമ്പ്, എലി മുതലായവ ഒഴിച്ച് 99% ആനിമൽസും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ആഹാരം കഴിക്കത്തില്ല. പകൽ സമയത്തെ ആനിമൽസ് ആഹാരം കഴിക്കത്തുള്ളൂ. പകൽ സമയത്തും പാതിരാത്രിക്കും ഇരുട്ടത്തും വെട്ടിവിഴുങ്ങുന്ന ഒരേ ഒരു ജീവി ഭൂലോകത്ത് മനുഷ്യൻ മാത്രം. പണ്ട് കാലത്ത് ആസ്ട്രാലോപിത്തീക്കസുകളും നിയാൻഡർത്താൽമാനും ഹോമോ എറക്ടസും ഒക്കെ ഉണ്ടായിരുന്ന 1.5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 10 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തീ കണ്ടുപിടിച്ചിട്ടില്ല, ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചിട്ടില്ല. വൈകുന്നേരം 6 മണി കഴിഞ്ഞ് സൂര്യൻ അസ്തമിച്ചാൽ മനുഷ്യർ ഗുഹകളിൽ ഇരുട്ടത്താണ് താമസിക്കുന്നത്. അന്നില്ല, വെളിച്ചം കണ്ടുപിടിച്ചിട്ടില്ല, തീ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ആഹാരമൊക്കെ 6 മണിക്ക് മുമ്പേ കഴിച്ചിട്ട് 6 മണി കഴിഞ്ഞാൽ ആഹാരം കഴിക്കത്തില്ല. മനുഷ്യൻ ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുകയും ലൈറ്റ് കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പാതിരാത്രി 12 മണിക്ക് നല്ല സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചം, ചുമ്മാ തീറ്റയോട് തീറ്റ. ചില ആളുകൾ ഈ ബഫേ ഡിന്നറിനൊക്കെ പോവും. രാത്രി 10 മണിക്കാണ് ബഫേ ഡിന്നർ. 70 സാധനങ്ങളിങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ചിക്കനുണ്ട്, ബീഫുണ്ട്, മട്ടനുണ്ട്, ഐസ്ക്രീമുണ്ട്, അത് ഇത്. ആകപ്പാടെ കരിമ്പും കാട്ടിൽ ആന കയറിയ പോലെ. ചോറെടുത്തിട്ട് തൈരാണെന്നും പറഞ്ഞ് അതിൻ്റെ പുറത്തേക്ക് ഐസ്ക്രീം എടുത്തൊഴിച്ചു, അതിൻ്റെ പുറത്തേക്ക് ചിക്കൻ എടുത്തൊഴിച്ചു. ആകപ്പാടൊരു വെപ്രാളം, സഹിക്കാനൊക്കത്തില്ല. ഈ രാത്രി 10 മണിക്ക് ഇത്രയും വലിച്ചു വാരി തിന്നിട്ടാണ് കിടക്കുന്നത്. ആ സമയത്ത് ഹാർട്ട് അറ്റാക്ക് വരാം. അതുകൊണ്ട് ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വൈകുന്നേരം ആഹാരം കഴിക്കുകയാണെങ്കിൽ കഴിവതും രാത്രി 7 മണിക്ക് മുമ്പ് കഴിക്കുക. മൃഗങ്ങളെപ്പോലെ 7 മണിക്ക് ആഹാരം കഴിച്ചിട്ട് അടുത്ത ദിവസം 7 മണിക്ക് 12 മണിക്കൂർ കഴിഞ്ഞേ ആഹാരം കഴിക്കാവുള്ളൂ. ഈ 12 മണിക്കൂർ നേരം നമ്മൾ എന്താണ്? നിരാഹാരം. ആ നിരാഹാരത്തിൻ്റെ പേരാണ് ഫാസ്റ്റിംഗ്. അപ്പോൾ രാവിലെ 7 മണിക്കോ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന നിരാഹാരം നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെ ബ്രേക്ക് ഫാസ്റ്റ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഫാസ്റ്റ്. ബ്രേക്ക് ഫാസ്റ്റ് എന്ന് വെച്ചാൽ ആ വാക്കിൻ്റെ അർത്ഥം നിരാഹാരം അവസാനിപ്പിച്ചു. കഴിഞ്ഞ 12 മണിക്കൂറായിട്ട് ഞാൻ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. 4 ഇഡലിയും ചമ്മന്തിയും കഴിച്ചപ്പോൾ ഞാൻ എൻ്റെ ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ബ്രേക്ക് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിരാഹാരം അവസാനിപ്പിക്കുക എന്നുള്ള. അതുകൊണ്ട് നമുക്ക് ഈ ഫുഡ് കഴിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ എനർജിക്ക് വേണ്ടിയാണ്. എനർജിക്ക് വേണ്ടിയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. കോൺസ്റ്റൻ്റ് ആൻഡ് അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ ഓഫ് എനർജി നമുക്ക് വേണം. അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഫുഡെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഫുഡിൽ എന്തൊക്കെയുണ്ട്? ഫുഡിൽ മാക്രോ മോളിക്യൂൾസ് ഉണ്ട്. മാക്രോ മോളിക്യൂൾസ് വളരെ വലുതാണ്.
ചെറിയതുണ്ട്, മൈക്രോ മോളിക്യൂൾസ് ഉണ്ട്. മാക്രോ മോളിക്യൂൾസ് എന്ന് വെച്ചാൽ ലാർജ് കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ഇതൊക്കെ. കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. നമ്മുടെ ഫുഡിൽ കാണുന്ന കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ്. യെസ്, വെരി ഗുഡ്. എനിക്കിങ്ങനെ ഉത്തരം ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത് വലിയ സന്തോഷമാണ്. കാരണം ഒരു അധ്യാപകന് പഠിപ്പിക്കുമ്പോൾ ഇൻസ്പിറേഷൻ കിട്ടണമെങ്കിൽ ഇതുപോലെ ഫീഡ്ബാക്ക് കിട്ടണം. ഇപ്പോൾ ഉത്തരം പറഞ്ഞില്ലേ ഒരാൾ? ആരാ ഉത്തരം പറഞ്ഞത്? അഷ്ടമിയോ? ഓക്കെ. അപ്പോൾ എനിക്ക് നിങ്ങളിൽ നിന്ന് ഈ ഉത്തരം കിട്ടുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജിയാണ്. ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അപ്പോൾ വിശ്വാസം. അപ്പോൾ നിങ്ങൾ ആൻസർ അറിയാമെങ്കിൽ ഉറച്ച് പറഞ്ഞോളൂ. തെറ്റുന്നെങ്കിൽ തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ആൻസർ തെറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വഴക്ക് പറയാനോ കളിയാക്കാനോ ഒന്നും പോകുന്നില്ല. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്. അന്നൊക്കെ ഇന്നത്തെ പോലെയല്ല, നിങ്ങളെപ്പോലെയൊന്നുമല്ല. ഞാൻ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ ഒരു ദിവസം 10 അടിയെങ്കിലും ചൂരലുമുണ്ട്. കണക്ക് സാറിൻ്റെയൊക്കെ എന്തുമാത്രം അടി കിട്ടിയിട്ടുണ്ടെന്നറിയാം. അവസാനം ഒരു ദിവസം സാറിൻ്റെ അടി കിട്ടിയില്ലെങ്കിൽ അന്ന് ഉറക്കം വരത്തില്ല. ഹിന്ദി സാറ്, കണക്ക് സാറ് അടിയുടെ പൂരമായിരുന്നു. അത് എങ്ങനെയാണ് കയ്യിലടിക്കുന്നത്? അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഗുരുനാഥൻ എന്ത് തന്നാലും 2 കൈയും നീട്ടി സ്വീകരിക്കണം. അപ്പോൾ 2 കൈയും കാണിച്ചു കൊടുക്കുക, 2 കൈയിലും കൂടെ അടി കിട്ടും. അങ്ങനെയാണ്. അതുകൊണ്ട് ഇപ്പോൾ സ്കൂളിൽ അടിയൊന്നുമില്ല. നിങ്ങൾ ഭാഗ്യം ചെയ്ത കുട്ടികൾ. പക്ഷേ അത് നിർഭാഗ്യമാണ്. സാറിൻ്റെ അടി കിട്ടിയാലേ ശരിയാവുള്ളൂ. കാർബോഹൈഡ്രേറ്റ്സ്, പിന്നെ ഏതാണ്? ഫാറ്റ്സ്, പിന്നെ പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്. ഇത് 4മാണ് കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. എന്നാൽ മൈക്രോ മോളിക്യൂൾസ് ഏതൊക്കെയാണ്? വൈറ്റമിൻസ്, മിനറൽസ്. വൈറ്റമിൻസ്, മിനറൽസ്. ഇതുകൂടാതെ നമ്മുടെ ആഹാരത്തിൽ വാട്ടറും കൂടെ അടങ്ങിയിരിക്കണം. പ്ലസ് വാട്ടർ. വാട്ടർ വേണം. വാട്ടർ ഒരു ഫുഡല്ല. വാട്ടർ ഈസ് നോട്ട് എ ഫുഡ്. പക്ഷേ വാട്ടറിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും പ്രോട്ടീൻസും ന്യൂക്ലിക് ആസിഡ്സും ഡൈജഷന് വിധേയമാകണം. കാരണം നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ്സിനെയും ഫാറ്റ്സിനെയും പ്രോട്ടീൻസിനെയും ഒക്കെ ബ്ലഡിന് നേരിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. അബ്സോർബ് ചെയ്യണമെങ്കിൽ അതിനെ ചെറിയ ചെറിയ മൈക്രോ മോളിക്യൂൾസ് ആയിട്ട് മാറ്റണം. അപ്പോൾ കോംപ്ലക്സ് മാക്രോ മോളിക്യൂൾസിനെ സിമ്പിൾ മൈക്രോ മോളിക്യൂൾസ് ആയിട്ട് മാറ്റുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഡൈജഷൻ. അങ്ങനെയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിനെ എന്തായിട്ട് ഡൈജസ്റ്റ് ചെയ്യണം? മോണോസാക്കറൈഡ്സ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യണം. കാർബോഹൈഡ്രേറ്റ്സിനെ മോണോസാക്കറൈഡ്സ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യണം. ഏതെങ്കിലും ഒരു മോണോസാക്കറൈഡിൻ്റെ പേര് പറയാമോ? ഗ്ലൂക്കോസ് കേട്ടിട്ടില്ലേ? ഫ്രക്ടോസ്, ഗാലക്ടോസ്. നമ്മുടെ ബ്ലഡിന് മോണോസാക്കറൈഡ്സിനെ മാത്രമേ അബ്സോർബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫാറ്റിനെ എന്തായിട്ട് ഡൈജസ്റ്റ് ചെയ്യണം? ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ. ഫാറ്റി ആസിഡ്സ് പ്ലസ് ഗ്ലിസറോൾ ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യണം. എങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം അലിമെൻ്ററി കനാലിൽ നിന്ന് അതിനെ അബ്സോർബ് ചെയ്യാം. പ്രോട്ടീനെ എന്തായിട്ട് ഡൈജസ്റ്റ് ചെയ്യണം? അമൈനോ ആസിഡ്സ്. അമൈനോ ആസിഡ്സ്. ന്യൂക്ലിക് ആസിഡ്സിനെ നൈട്രജൻ ബേസ്, ഷുഗർ, ഫോസ്ഫേറ്റ്. അപ്പോൾ കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അബ്സോർബ് ചെയ്യാനൊക്കത്തുള്ളൂ ബ്ലഡിലേക്ക്. അപ്പോൾ വൈറ്റമിൻസിന് ഡൈജഷൻ ആവശ്യമുണ്ടോ? വേണ്ട. മിനറൽസിന് ഡൈജഷൻ ആവശ്യമില്ല. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് നോ ഡൈജഷൻ. നോ ഡൈജഷൻ നീഡഡ്. ഡൈജഷൻ വേണ്ട. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, വാട്ടർ, ഇതൊന്നും നമ്മുടെ അലിമെൻ്ററി കനാലിൽ വെച്ച് ഡൈജഷന് വിധേയമാകുന്നില്ല. ഇത് 4 മാത്രമേ ഡൈജഷന് വിധേയമാകത്തുള്ളൂ. കാരണം അബ്സോർപ്ഷൻ കാര്യക്ഷമമായിട്ട് നടക്കണമെങ്കിൽ ഡൈജഷൻ നടന്നേ പറ്റൂ. അങ്ങനെ കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഡൈജസ്റ്റ് ചെയ്യാനും
സിമ്പിൾ മോളിക്യൂൾസിനെ അബ്സോർബ് ചെയ്യാനും ഉള്ളതാണ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷന് വേണ്ടിയുള്ള ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തിൻ്റെ പേരാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഞാനൊരു കാര്യം, നിങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ഞാനിങ്ങനെ എഴുതിയില്ലേ കാര്യം, നിങ്ങൾക്കിത് എഴുതിയെടുക്കാം. ഇനി ഞാൻ ബോർഡ് മായ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേറൊരു കാര്യം, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാമോ? മൊബൈൽ ഫോണിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കാൻ പഠിക്കണം. അറിഞ്ഞുകൂടെങ്കിൽ ആരോടെങ്കിലും ചോദിക്കണം. സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം, ഇതിനൊരു സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാനിത് ബോർഡ് മാച്ച് കളഞ്ഞാലും ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്കത് നോട്ട് എഴുതിയെടുക്കാം. അതുകൊണ്ട് പറ്റുമെങ്കിൽ ബോർഡ് മായ്ക്കുന്നതിന് മുമ്പ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് നിങ്ങൾ ബുക്കിലേക്ക് പകർത്തണം. ചിലപ്പോൾ നിങ്ങൾ ഇത്ര എഴുതി കഴിയുമ്പോഴായിരിക്കും ഞാൻ മായ്ക്കുന്നത്. കാരണം നിങ്ങൾക്കിത് എഴുതി മുഴുവൻ തന്നിട്ട് നോട്ടും തന്നിട്ടൊക്കെയാണെങ്കിൽ ക്ലാസ് തീരത്തില്ല. ഇത് ഇത്രയേ ഉള്ളൂ, സെൻറ്റൻസുകളൊന്നും വേണ്ട. അതുകൊണ്ട് സ്ക്രീൻഷോട്ട്, പ്രത്യേകിച്ചും പടങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ സ്ക്രീൻഷോട്ട് ഇങ്ങനെ കീപ്പ് ചെയ്ത് വെക്കുക. അങ്ങനെ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ അടുത്തത്, ഇത്രയും നടക്കാനായിട്ട് നമുക്കൊരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം ഡൈജസ്റ്റീവ് സിസ്റ്റം ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം? ഫങ്ഷൻസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം, ഞാൻ DS എന്ന് എഴുതിയിട്ടുള്ളൂ. ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. എന്തൊക്കെയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ? ഒന്ന്, ആഹാരം കഴിക്കുക. ആഹാരം കഴിക്കുന്നതിന് എന്ത് വിളിക്കും? ഇൻജഷൻ ഓഫ് ഫുഡ്. അതാണ്. അടുത്ത എന്താണ്? കഴിച്ച ആഹാരം ഡൈജസ്റ്റ് ചെയ്യണം. ഡൈജഷൻ ഓഫ് ഫുഡ്, അതും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷനാണ്. ഡൈജഷൻ ഓഫ് ഫുഡ്. ഇനി അടുത്തെന്താണ്? ഡൈജസ്റ്റഡ് ഫുഡ് അബ്സോർബ് ചെയ്യണം. അബ്സോർപ്ഷൻ ഓഫ് ഡൈജസ്റ്റഡ് ഫുഡ്. അബ്സോർപ്ഷൻ ഓഫ് ഡൈജസ്റ്റഡ് ഫുഡ്. ഡൈജഷൻ കഴിഞ്ഞ ഫുഡ്. ഇനി എന്താണ്? കഴിക്കുന്ന ആഹാരം മുഴുവനും ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. നിങ്ങൾ ഒരു വൈക്കോലെടുത്ത് തിന്നു നോക്കണം, പശുവിനെ പോലെ ദഹിക്കത്തില്ല. ഒരു കല്ലെടുത്ത് വിഴുങ്ങി നോക്കണം, അത് ദഹിക്കത്തില്ല, ഡൈജസ്റ്റ് ചെയ്യത്തില്ല. ഒരുപാട് കാര്യങ്ങൾ ഡൈജസ്റ്റ് ചെയ്യപ്പെടാതെ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകും. ഈ അൺഡൈജസ്റ്റഡ് വേസ്റ്റിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം ഫീസസിൻ്റെ രൂപത്തിൽ. അതിനെന്ത് വിളിക്കും? ഇജഷൻ ഓഫ് അൺഡൈജസ്റ്റഡ് വേസ്റ്റ്. ഡെഫിക്കേഷൻ എന്നും വിളിക്കാം. അൺഡൈജസ്റ്റഡ് വേസ്റ്റ്. ഇജഷൻ എന്ന് പറഞ്ഞാൽ പുറത്ത് കളയുക. അപ്പോൾ ഇജഷൻ, അതിനിടയിൽ ഡൈജഷൻ നടക്കണം, അബ്സോർപ്ഷൻ നടക്കണം. ഇത്രയും പ്രോസസ്സുകൾ നടക്കാൻ വേണ്ടി നമുക്കൊരു ഡൈജസ്റ്റീവ് സിസ്റ്റം ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? ദ ഡൈജസ്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് അലിമെൻ്ററി കനാൽ. ഒരു അലിമെൻ്ററി കനാലുണ്ട്. കൂടാതെ അലിമെൻ്ററി കനാലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ഗ്ലാൻസ് ഉണ്ട്. അസോഷിയേറ്റഡ് ഗ്ലാൻസ്. അലിമെൻ്ററി കനാലും അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന അസോഷിയേറ്റഡ് ഗ്ലാൻസ് ഏതൊക്കെയാണ്? സലൈവറി ഗ്ലാൻഡ്, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്, ലിവർ, പാൻക്രിയാസ്, ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡ്സ്. ഇത്രയും ഗ്ലാൻഡ്സ്. അപ്പോൾ ആദ്യം നമ്മൾ അലിമെൻ്ററി കനാലിനെ കുറിച്ച് പഠിക്കും. അലിമെൻ്ററി കനാലിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അസോഷിയേറ്റഡ് ഗ്ലാൻസിനെ കുറിച്ച് പഠിക്കും.
അത് കഴിഞ്ഞ് ഡൈജഷനും അബ്സോർപ്ഷനും. ഇതെല്ലാം NCERT ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും NCERT ടെക്സ്റ്റിനെ ബേസ് ചെയ്തേ നമ്മൾ പഠിപ്പിക്കുന്നത്. നീറ്റിനും NCERTയിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. പക്ഷേ NCERT ടെക്സ്റ്റിൽ ചില കാര്യങ്ങൾ വളരെ അവ്യക്തമായിട്ട് വേഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വ്യക്തത കുറവുള്ള ഭാഗങ്ങളെ നമ്മളൊന്ന് എലാബറേറ്റ് ചെയ്യും. അത് ഔട്ട് ഓഫ് സിലബസ് അല്ല, അതിനകത്ത് അത്ര ക്ലിയർ അല്ലാതെ പറഞ്ഞിരിക്കുന്നതിനെ ഒന്നുകൂടെ ക്ലിയർ ആക്കും, അത്രയേ ഉള്ളൂ. അലിമെൻ്ററി കനാൽ തുടങ്ങുന്നത് മൗത്തിൽ, അവസാനിക്കുന്നത് എയ്നസിൽ. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ഹ്യൂമൻ അലിമെൻ്ററി കനാൽ? ആർക്കെങ്കിലും പറയാമോ? നമ്മുടെ അലിമെൻ്ററി കനാലിൻ്റെ ലെങ്ത് ഏകദേശം 7 മീറ്റർ വരും നീളം. 7 മീറ്റേഴ്സ്. 1.5 മീറ്റർ പൊക്കമുള്ള ഒരാളുടെ അലിമെൻ്ററി കനാൽ 7 മീറ്റർ. അപ്പോൾ എന്താണ്? അതിങ്ങനെ ചുരുട്ടി കോയിൽ ചെയ്താണ് അകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അലിമെൻ്ററി കനാൽ എന്ന് പറഞ്ഞ ഒരു ഹൈലി കോയിൽഡ് ട്യൂബാണ്, സ്റ്റാർട്ടിങ് ഫ്രം ദ മൗത്ത് എൻഡിങ് ഇൻ ദി എയ്നസ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ അലിമെൻ്ററി കനാലിൻ്റെ ഭാഗങ്ങളൊന്ന് എഴുതി നോക്കാം. ഏതൊക്കെയാണ് പാർട്സ് ഓഫ് ദി അലിമെൻ്ററി കനാൽ? ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷേ നമ്മളതിനെ അടുക്കും ചുറ്റും. അലിമെൻ്ററി കനാൽ സ്റ്റാർട്ട്സ് വിത്ത് ദ മൗത്താണ് തുടങ്ങുന്നത്. മൗത്ത് നിന്ന് ഫുഡ് എങ്ങോട്ട് പ്രവേശിക്കുന്നു? ബക്കൽ ക്യാവിറ്റി. മൗത്ത് ലീഡ്സ് ഇൻ ടു എ ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റി. ഓറൽ ക്യാവിറ്റി ലീഡ്സ് ഇൻ ടു വാട്ട്? അടുത്ത എങ്ങോട്ടാ? ഫാരിങ്സ്. ഫാരിങ്സ് ആണ്. ഈ ഫാരിങ്സ് എന്ന് പറയുന്നത് എ കോമൺ പാസേജ് ഫോർ എയർ ആൻഡ് ഫുഡ്. ഇതൊരു കോമൺ പാസേജാണ്, എയർ ആൻഡ് ഫുഡ്. ഫാരിങ്സിൽ നിന്ന് ഫുഡ് ഈസോഫാഗസ് വഴി സ്റ്റൊമക്കിലേക്കും ഫാരിങ്സിൽ നിന്ന് എയർ ട്രക്കിയ വഴി ലങ്സിലേക്കും പോകും. അപ്പോൾ ഫാരിങ്സ് ഈസ് എ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ കാര്യമാണ്. ഫാരിങ്സിൽ നിന്ന് ഫുഡ് ഈസോഫാഗസിലേക്ക്. ഈസോഫാഗസ് ഏകദേശം 25 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു നീണ്ട കുഴലാണ് ഈസോഫാഗസ്. നമ്മൾ അന്നനാളമെന്ന് പറയും. ഈസോഫാഗസ് നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയിലേക്ക് പ്രവേശിക്കും. ദാ ഇവിടം വരെ. ഇവിടെ വന്നിട്ട് ഇതാണ് നമ്മുടെ തൊറാസിക് ക്യാവിറ്റി, ഇത് അബ്ഡോമിനൽ ക്യാവിറ്റി. നമ്മുടെ തൊറാസിക് ക്യാവിറ്റി അബ്ഡോമിനൽ ക്യാവിറ്റിയെ വേർതിരിക്കുന്ന ഒരു ഭിത്തിയുണ്ട്. അതിൻ്റെ പേരെന്താണെന്നറിയാമോ? ഡയഫ്രം. ഓക്കെ, അപ്പോൾ ഈസോഫാഗസ് ഡയഫ്രം ക്രോസ് ചെയ്തു. ഡയഫ്രം ക്രോസ് ചെയ്ത് എവിടെ പ്രവേശിക്കുന്നു? സ്റ്റൊമക്ക്. അപ്പോൾ ഈസോഫാഗസിൽ നിന്ന് ഫുഡ് സ്റ്റൊമക്കിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഇവിടെ ഡയഫ്രം ഉണ്ട്. ഇവിടെയാണ് ഡയഫ്രം. ഇവിടെ ഞാൻ ഈ ഡോട്ട് ഇട്ടിട്ട് ഡയഫ്രം. ഈസോഫാഗം പെനിട്രേറ്റ്സ് ദ ഡയഫ്രം ആൻഡ് എൻറ്റേഴ്സ് ദ സ്റ്റൊമക്ക്. സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റൊമക്ക് ലീഡ്സ് ഇൻ ടു വാട്ട്? ഡിയോഡിനം. ഡിയോഡിനം എന്ന് പറഞ്ഞാൽ ഏകദേശം 25 സെൻറ്റിമീറ്ററേ ഉള്ളൂ അതിൻ്റെ നീളം, ചെറുതാണ്. ഡിയോഡിനത്തിൽ നിന്ന് ഫുഡ് ഇനി പോകേണ്ടത് ജജുനം എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്. ജജുനം ഏകദേശം 1.5 മീറ്ററാണ് നീളം. ജജുനത്തിൽ നിന്ന് ഫുഡ് ഇലിയത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇലിയത്തിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 മീറ്റേഴ്സോളം വരും, ചിലപ്പോൾ 3 മീറ്റേഴ്സ് വരെ വരാം. ഇലിയത്തിൽ നിന്ന് ഫുഡ് പിന്നെ പോകുന്നത് സീക്കം എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്. സീക്കത്തിൽ നിന്ന് ഫുഡ് പോകുന്നത് കോളണിൽ നിന്ന് ഫുഡ് റെക്റ്റത്തിൽ നിന്ന് വേസ്റ്റ് ഏനസ് വഴി പുറത്ത്. ഇവിടെ ഡിയോഡിനവും ജജുനവും ഇലിയവും കൂടെ ചേരുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇതാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സീക്കവും കോളണും റെക്റ്റവും കൂടെ ചേരുമ്പോൾ അത് ലാർജ് ഇൻറ്റസ്റ്റൈനായി. ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈസോഫാഗസിനും സ്റ്റൊമക്കിനും ഇടയിൽ ഒരു വാൽവുണ്ട്. ഈസോഫാഗസിൽ നിന്ന് ഫുഡ് സ്റ്റൊമക്കിലേക്ക് പ്രവേശിക്കുന്നതിനെ നിയന്ത്രിക്കാൻ ഒരു വാൽവ് ഇവിടെ. എന്ത് വിളിക്കുക? ആ വാൽവിൻ്റെ പേരറിയാമോ?
ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ക്ടർ. ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ക്ടർ എന്നാണ് വിളിക്കുന്നത് വാൽവിൻ്റെ പേര്. ഗ്യാസ്ട്രോ ഈസോഫാജ്, ഈ ഫ്ലോ ചാർട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമത്. ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ക്ടർ ഈസ് എ വാൽവ്. നമ്മുടെ കൺട്രോളിലല്ല, ഇൻവോളണ്ടറി ആണ്. ഇറ്റ് ഈസ് എ വാൽവ് ദാറ്റ് റെഗുലേറ്റ്സ് ദ പാസേജ് ഓഫ് ഫുഡ് ഫ്രം ഈസോഫാഗസ് ടു സ്റ്റൊമക്. ഇത് എൻട്രൻസിന് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. സിമ്പിളാണ് ചോദ്യം, 4 മാർക്സ് കുറയാം. ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ക്ടർ റെഗുലേറ്റ്സ് ദ പാസേജ് ഓഫ് ഫുഡ് ഫ്രം ഈസോഫാഗസ് ടു സ്റ്റൊമക്. അപ്പോൾ ഓപ്ഷനിൽ സ്റ്റൊമക് എന്ന് കാണും, ജജുനമെന്ന് കാണും, സീക്കമെന്ന് കാണും, കോളണെന്നൊക്കെ ഓപ്ഷനിൽ കാണും. സ്റ്റൊമക്കിലേക്കാണത് പോകുന്നത്. അതുപോലെ സ്റ്റൊമക്കിൽ നിന്ന് ഫുഡ് ഡിയോഡിനത്തിലേക്ക് പോകുന്ന ഇതിനെ നിയന്ത്രിക്കാൻ ഇവിടെ ഒരു വാൽവുണ്ട്. ദ വാൽവ് ബിറ്റ്വീൻ സ്റ്റൊമക് ആൻഡ് ഡിയോഡിനം എന്ത് വിളിക്കും? പൈലോറിക് സ്ഫിങ്ക്ടർ. പൈലോറിക് സ്ഫിങ്ക്ടർ. Pyloric sphincter is an involuntary valve that regulates the passage of food from stomach to duodenum. അവിടെ വാൽവ്. ഈ വാൽവുകളെല്ലാം സ്മൂത്ത് മസിൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, നമ്മുടെ കൺട്രോളിലല്ലാതെ. ഇനി ഇലിയത്തിൽ നിന്ന് അൺഡൈജസ്റ്റഡ് വേസ്റ്റ് സീക്കത്തിലേക്കാണ് പോകുന്നത്. ഇലിയത്തിൽ നിന്ന് സീക്കത്തിലേക്ക് പോയ അൺഡൈജസ്റ്റഡ് വേസ്റ്റ് തിരിച്ച് ഇലിയത്തിലേക്ക് തിരിച്ചു വരാൻ പാടില്ല. അപ്പോൾ അവിടെ ഉണ്ടൊരു വാൽവ്. ദ വാൽ ബിറ്റ്വീൻ ഇലിയം ആൻഡ് സീക്കം എന്താണ്? ഇലിയോ സീക്കൽ വാൽവ്. ഈ ഇലിയോ സീക്കൽ വാൽവിനെ കുറിച്ച് എന്തോ ഒരു ചോദ്യം ഇപ്രാവശ്യത്തെ നീറ്റിലുണ്ടായിരുന്നു. ഇനി ഏനൽ ഓപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വാൽവുകളുണ്ട്. ആ വാൽവിൻ്റെ പേരാണ് ഏനൽ സ്ഫിങ്ക്ടർ. ഈ ഏനൽ സ്ഫിങ്ക്ടർ എന്ന് പറയുന്ന രണ്ടുണ്ട്, ഇൻറ്റേർണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട്. ഇൻറ്റേർണൽ ഏനൽ സ്ഫിങ്ക്ടർ എന്ന് പറയുമ്പോൾ അത് ഇൻവോളണ്ടറി, നമ്മുടെ കൺട്രോളിലല്ല. എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ നമ്മുടെ കൺട്രോളിലാണ്. അതുകൊണ്ട് ഡെഫിക്കേഷൻ നമുക്ക് കുറച്ച് വോളണ്ടറി കൺട്രോളുണ്ട്. ബാക്കിയുള്ള വാൽവുകളൊന്നും നമ്മുടെ കൺട്രോളിലല്ല. പക്ഷേ ഏനൽ സ്ഫിങ്ക്ടറിൻ്റെ ഔട്ടർ സ്ഫിങ്ക്ടർ ഈസ് അണ്ടർ അവർ കൺട്രോൾ. ഇന്നർ സ്ഫിങ്ക്ടർ നമ്മുടെ കൺട്രോളിലല്ല, ഔട്ടർ സ്ഫിങ്ക്ടർ നമ്മുടെ കൺട്രോളിലായതുകൊണ്ട് ഡെഫിക്കേഷൻ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാം, അത് നമുക്കൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇതാണ് വാൽവുകളുടെ പ്രത്യേകത. അപ്പോൾ ആ സീക്വൻസ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഓരോന്നായിട്ട് അങ്ങോട്ട് തുടങ്ങാം. മൗത്ത് ലീഡ്സ് ഇൻ ടു ബക്കൽ ക്യാവിറ്റി. അപ്പോൾ നമുക്ക് ബക്കൽ ക്യാവിറ്റിയെക്കുറിച്ചാണ്, ഞാനത് മായ്ക്കാൻ പോവുകയാണ്. മൗത്ത് ലീഡ്സ് ഇൻ ടു ബക്കൽ ക്യാവിറ്റി. നമ്മുടെ ബക്കൽ ക്യാവിറ്റിയുടെ റൂഫിനെ നമ്മൾ എന്ത് വിളിക്കും? ബക്കൽ ക്യാവിറ്റി റൂഫിനെ വിളിക്കുന്ന പേരാണ് പാലറ്റ്. ബക്കൽ ക്യാവിറ്റി റൂഫാണ് പാലറ്റ്. പാലറ്റ്. ഈ പാലറ്റിൻ്റെ ഈ ഭാഗം ഇത് ഹാർഡ് പാലറ്റാണ്. ഇത് ഹാർഡ് പാലറ്റ്, ഇത് സോഫ്റ്റ് പാലറ്റാണ്. നിങ്ങൾക്ക് തന്നെ അത് പരിശോധിക്കാം. വിരലുകൊണ്ട് ഇടത്തൊട്ടാൽ ഹാർഡാണ്, പുറകോട്ട് പോകുമ്പോൾ സോഫ്റ്റ് ആവും. നമ്മുടെ തൊണ്ടയുടെ അടുത്തരുമ്പോഴത്തേക്ക് റൂഫിലെ സോഫ്റ്റ് പാലറ്റ്. ഈ സോഫ്റ്റ് പാലറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം താഴോട്ടിറങ്ങിയിരിക്കുന്നത്, അതിൻ്റെ പേരെന്നറിയാം? അറിയാമോ? ഊല. നമ്മുടെ വായ്ക്കകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം കാണാം. അതിൻ്റെ പേര് അണ്ണാക്കെന്ന് പറയും. അണ്ണാക്ക്, ഉവ്വുല. ഉവ്വുല കേട്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ട്? വാ തുറന്ന് കണ്ണാടിയിൽ നോക്കിയാൽ മതി, അവിടെ ഇങ്ങനെ ത്രികോണാകൃതിയിലൊരു ഫ്ലാപ്പ് ഇങ്ങനെ കാണാം. ഉവ്വുല. എന്താണ് ഉവ്വുലയുടെ ഫങ്ഷൻ? ഇവിടെയാണ് നമ്മുടെ നേസൽ ക്യാവിറ്റി ഇരിക്കുന്നത്. ഇതാണ് നേസൽ ക്യാവിറ്റി. എയർ ഇതുവഴിയാണ് കയറുന്നത്, മൂക്കിൽ കൂടെ എയർ. ഫുഡ് ഇതുവഴിയാണ് കയറുന്നത്. ഉവ്വുല എന്ത് ചെയ്യുന്നു? ഈ നേസൽ പാസേജിനകത്തേക്ക് ഫുഡ് കയറുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യും. ഉവ്വുല പ്രിവെൻറ്റ്സ് ദ എൻട്രി ഓഫ് ഫുഡ് പാർട്ടിക്കിൾസ് ഇൻ ടു നേസൽ പാസേജ്. ചിലപ്പോൾ ആ ഉവ്വുല ഒന്ന് സ്ലിപ്പ് ചെയ്യും. ചിലപ്പോൾ ചോറുണ്ണുമ്പോൾ അല്ലാണ്ടാവും.
ഒന്ന് മൂക്ക് ചീറ്റുമ്പോൾ 2 കഷ്ണം ചോറ് 2 ചോറ് മൂക്കിക്കൂടാതെ വെളിച്ചാടി. സംഭവിച്ചിട്ടില്ലേ? ഉണ്ട്. സാമ്പാർ, നല്ല എരിവുള്ള സാമ്പാർ അങ്ങോട്ട് കുടിച്ചു. സാമ്പാർ കുടിച്ചപ്പോൾ ഒന്ന് ചുമച്ചപ്പോൾ മൂക്കിൽ കൂടെ സാമ്പാർ ഇറങ്ങി. ഉവുല സാധാരണഗതിയിൽ നേസൽ പാസേജിനകത്തേക്ക് ഫുഡ് പോകുന്നതിനെ തടയും. അത് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് അതാണ് ഉവുല. ഇനി ബക്കൽ കാവിറ്റിയുടെ റൂഫാണ് അപ്പോൾ പാലറ്റ്. ഹാർഡ് പാലറ്റും സോഫ്റ്റ് പാലറ്റും. ബക്കൽ കാവിറ്റിയുടെ ഫ്ലോറിനെ എന്ത് വിളിക്കും? ഫ്ലോറിലാണ് എന്തുള്ളത്? ടങ്. ബക്കൽ കാവിറ്റിയുടെ ഫ്ലോറിലാണ് ടങ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ടങ്. ടങ് എന്ന് പറയുന്നത് ഒരു മസ്കുലർ ഓർഗനാണ്. വോളണ്ടറി മസിൽസ് കൊണ്ടാണ്. മസ്കുലർ ഓർഗനാണ് ടങ്. നമ്മുടെ കൺട്രോളിലാണ്. സ്കെലിറ്റൽ മസിൽസാണ്, വോളണ്ടറി മസിൽസാണ് നാക്കിലുള്ളത്. അതുകൊണ്ട് അത് നമ്മുടെ കൺട്രോളിലാണ്. ടങ്ങിനെ ബക്കൽ കാവിറ്റിയുടെ ഫ്ലോറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട്. അതിൻ്റെ പേരറിയാമോ? ശരിയാ പറഞ്ഞ എന്താ? ഫ്രെനുലം. എന്താ ഒരു മെംബ്രെയിൻ. ഇതെല്ലാം നിങ്ങൾക്ക് കാണാം. കണ്ണാടിയിലേക്കൊന്ന് നോക്കിയാൽ മതി. ഫ്രെനുലം എന്ന് പറഞ്ഞാൽ, ഫ്രെനുലം ഈസ് എ മെംബ്രെയിൻ, എ ടഫ് മെംബ്രെയിൻ ബൈ വിച്ച് ടങ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ഫ്ലോർ ഓഫ് ബക്കൽ കാവിറ്റി. ബക്കൽ കാവിറ്റിയുടെ ഫ്ലോറുമായിട്ട് ടങ്ങിനെ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഒരു മെംബ്രെയിനാണ് ഫ്രെനുലം. പക്ഷേ ഫ്രെനുലം നാക്കിൻ്റെ ടിപ്പ് വരെ ഇല്ല, പകുതി വരെയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നാക്ക് നമുക്ക് പകുതിയോളം വെളിയിലിടാം. നാക്ക് മുഴുവനായിട്ട് വെളിയിടാക്കത്തില്ല. ഫ്രെനുലം എവിടെ അറ്റാച്ച് ചെയ്യുന്ന അതിനപ്പുറം. അപ്പോൾ ഏകദേശം ഒരു 2/3 നാക്ക് നമുക്ക് വെളിയിലിടാം. അപ്പോൾ ഫ്രെനുലം എന്ന് പറയുന്ന ഒരു ടഫ് മെംബ്രെയിൻ ഉണ്ട് അതിനെ കണക്ട് ചെയ്യുന്നത്. എന്നാൽ ചില കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഫ്രെനുലം കുറച്ചുകൂടെ ഇതാണ്. ഇത് സാധാരണ ഇതാണ് നാക്കെന്നിരിക്കട്ടെ. ഇതാണ് ടങ്. ഇത് ടങ്ങാണ്. സാധാരണഗതിയിൽ ഒരാളുടെ ഫ്രെനുലം ഇതുവരെയാണ്. ഇതാണ് ഫ്രെനുലം എന്നിരിക്കട്ടെ. അപ്പോൾ നാക്ക് അത് 2/3 വെളിയിടാം. പക്ഷേ ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ ഫ്രെനുലം ഇതുവരെ ആയിപ്പോയി, കുറച്ച് വലുതാണ്. അപ്പോൾ എന്ത് ചെയ്തു? നാക്ക് ശരിക്ക് വെളിയിലിടാനൊക്കത്തില്ല. കുറച്ചേ നാക്ക് വെളിയിടാനൊക്കത്തുള്ളൂ. ഈ നാക്ക് വെളിയിലിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ചില പ്രശ്നങ്ങളുണ്ട്. എന്താ? ഈ ഫ്രെനുലം വളരെ വലുതാണ്. നാക്കതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് നാക്കിനത്ര മൊബിലിറ്റി കുറവാണ്. നാക്ക് ശരിക്ക് വെളിയിലേക്ക് ഇടാൻ പറ്റത്തില്ല. അതിന് ടങ് ടൈ എന്ന് വിളിക്കും ഡോക്ടർമാർ. ടങ് ടൈ. ഈ ടങ് ടൈ എന്താ പ്രശ്നം എന്നറിയാമോ ആർക്കെങ്കിലും? നമ്മൾ സ്ഫുടമായിട്ട് സംസാരിക്കണമെങ്കിൽ നാക്ക് നല്ലവണ്ണം വഴങ്ങണം, അല്ലേ? നമുക്കേത് വാക്കും ഏറ്റവും കൂടുതൽ അക്ഷരങ്ങളൊക്കെ ഉള്ളത് മലയാള ഭാഷയിലാണ്. അപ്പോൾ ഈ മലയാള ഭാഷയിലെ ക, ട, പ, ബ, ക്ഷ, ക്ഷ ഇങ്ങനെയൊക്കെ ഓരോന്നും സംസാരിക്കുമ്പോൾ നാക്ക് പ്രത്യേക രീതിയിൽ ഇങ്ങനെ മൂവ് ചെയ്യണം. ഈ ടങ് ടൈ ഉള്ളവർക്ക് ട പറയാനൊക്കത്തില്ല. ടായൊക്കെ എങ്ങനെയാവും? ഈ ട എന്ന് പറയുന്നത് പടക്കം, കുട്ടപ്പൻ. കുട്ടപ്പൻ എന്ന് പറയുമ്പോൾ നാക്ക് ശരിക്ക് വഴങ്ങി മോളിൽ തട്ടണം. തായെല്ലാം തായെന്നേ പറയത്തുള്ളൂ. കുത്തപ്പൻ കിതക്കേ കോത്തയിൽ പോയി പതക്കം വാങ്ങിച്ചു എന്ന് പറയും. ടങ് ടൈ. അപ്പോൾ 1 വയസ്സോ 2 വയസ്സോ 2.5 വയസ്സോ ഉള്ള ഒരു കുട്ടി ഇങ്ങനെ കൊഞ്ഞ പറയുകയാണെങ്കിൽ അത് നമുക്ക് കേൾക്കാനൊരു കൗതുകമായിരിക്കും. പക്ഷേ പ്രായമായി 18 വയസ്സ് 19 വയസ്സായാലും താ കഥ പതക്കം കിതക്കേ കോത്താൻ, അപ്പോഴാണ് പ്രശ്നം മനസ്സിലായത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ശരിയായ സംസാരിക്കുന്ന സമയമാകുമ്പോൾ 4 വയസ്സായിട്ടും 5 വയസ്സായിട്ടും അക്ഷരസ്ഫുടതയില്ലെങ്കിൽ ടാ എന്ന് പറയുന്ന വാക്ക് പ്രത്യേകിച്ച് ഉച്ചരിക്കാൻ വയ്യ. ആ കുട്ടിയെ ഒരു പീഡിയാട്രിക് സർജനെ കൊണ്ട് കാണിക്കുക. അദ്ദേഹം നാക്ക് പൊക്കി നോക്കുമ്പോൾ പറയും, ഇത് ടങ് ടൈ ആണല്ലോ, ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയും. ഒരു മിനി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ഒരു മൈനർ സർജറി നടത്തി ഇതങ്ങോട്ട് അല്പം ട്രിം ചെയ്ത് അങ്ങ് കളയും. ട്രിം ചെയ്ത് കളഞ്ഞപ്പോൾ ടങ് ടൈ മാറിക്കിട്ടി. അതുകൊണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും ടങ് ടൈ ഉണ്ടോ? ടങ് ടൈ ഉണ്ടോ? ട്വിൻസി ജോണിക്കുണ്ടോ? എങ്കിൽ കുട്ടപ്പൻ എന്ന് പറഞ്ഞേ. കുട്ടപ്പൻ ഒന്ന് പറ.
കിഴക്കേക്കോട്ട എന്ന് പറഞ്ഞേ. ആ ശരി, അഭിരാജ്. ആ ഇതാണ്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും കുട്ടി 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സ് 6 വയസ്സായിട്ടും അക്ഷരസ്ഫുടതയില്ലെങ്കിൽ നിങ്ങൾ അവരുടെ മാതാപിതാക്കളോട് പറയണം, ഞാൻ എൻട്രൻസിന് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, കുട്ടിക്ക് ടങ് ടൈ ഉണ്ടോ എന്നൊരു സംശയം. ഡോക്ടറെ എന്ന് കണ്ടില്ല, നിസ്സാരം 10 മിനിറ്റ് നേരത്തെ ഒരു കൊച്ചു പരിപാടിയേ ഉള്ളൂ, ശരിയാക്കാതെ ടങ് ടൈ. ഫ്രണ്ടിലും വലുതായ കുഴപ്പമുണ്ട്. ഓക്കെ, ഇനി ടങ്ങിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ടങ്? യെസ്, ആഹാരം വായിലിട്ട് ചവച്ചരയ്ക്കാൻ, ചൂയിങ് ഓർ മാസ്റ്റിക്കേഷൻ. ആഹാരം ചവച്ചരയ്ക്കുക, ചൂയിങ് ഓർ മാസ്റ്റിക്കേഷൻ ഓഫ് ഫുഡ്. നാക്കുണ്ടെങ്കിൽ മാത്രമേ ആഹാരം ശരിക്കും വായിക്കാത്തിട്ട് ചവച്ചരയ്ക്കാനൊക്കത്തുള്ളൂ. നമ്മളെ ഒരാൾ അയാളുടെ മകളുടെ വിവാഹത്തിൻ്റെ ഒരു ബഫേ ഡിന്നറിന് വിളിച്ചു. കഷ്ടകാലത്തിന് നാക്കിനകത്തൊരു മുറിവുണ്ട്, നാക്കിനകത്തൊരു നീര്. ആഹാരം കഴിക്കാൻ പറ്റുമോ? വെറുതെ നോക്കിക്കൊണ്ടിരിക്കാനേ ഒക്കത്തുള്ളൂ. ആഹാരം ശരിക്കും ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ നാക്കിനകത്ത് നീര്, ഇൻഫ്ലമേഷൻ, മുറിവ്, വായ്പുണ്ണ് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ ഒന്ന്. രണ്ടാമത്, ആഹാരം വിഴുങ്ങണമെങ്കിൽ നാക്ക് വേണം. നാക്കാണ് ആഹാരത്തിനെ തൊണ്ടയിലേക്ക് തട്ടി മാറ്റുന്നത്. സ്വോളോയിങ് എ ഫുഡ്, സ്വോളോയിങ് എ ഫുഡ്, അതിനും നാക്ക് വേണം. ഇനി എന്താണ് നാക്കിൻ്റെ ഫങ്ഷൻ? നാക്കിൻ്റെ സർഫസിലല്ലേ ടേസ്റ്റ് ബഡ്സ് ഇരിക്കുന്നത്, അല്ലേ? സെൻസ് ഓഫ് ടേസ്റ്റ്. രുചി അറിയണമെങ്കിൽ നാക്ക് വേണം. ടങ് ഈസ് എ സെൻസ് ഓർഗൻ ഓഫ് ടേസ്റ്റ്. നാക്കിൻ്റെ സർഫസിലാണ് ടേസ്റ്റ് പാപ്പില്ലയും ടേസ്റ്റ് ബഡ്സും കാണുന്നത്. അപ്പോൾ രുചി അറിയാൻ. ഇനി ഒരു ഫങ്ഷൻ എന്താണ്? സംസാരം, ആർട്ടിക്കുലേഷൻ ഓഫ് സ്പീച്ച്. നല്ല സ്ഫുടമായിട്ട് സംസാരിക്കണമെങ്കിൽ നാക്ക് വഴങ്ങണം. ആർട്ടിക്കുലേഷൻ ഓഫ് സ്പീച്ച്. അപ്പോൾ സംസാരിക്കണമെങ്കിൽ നാക്ക് വേണം, സെൻസ് ഓഫ് ടേസ്റ്റിന് നാക്ക് വേണം, സ്വോളോയിങ്ങിന് വേണം, ചൂയിങ്ങിന് വേണം. ആഹാരത്തിന് രുചിയില്ല, കഴിക്കുന്ന ആഹാരത്തിന് മണവുമില്ല. ആഹാരത്തിന് രുചിയും മണവും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഒന്നും പേടിക്കണ്ട, COVID-19 ആയിരിക്കാം. ആഹാരത്തിന് രുചിയില്ല, ആഹാരത്തിന് മണമില്ല, ഒരു മണവും തോന്നുന്നില്ല. അതൊന്ന് ടെസ്റ്റ് നോക്കണം, മിക്കവാറും പോസിറ്റീവായിരിക്കും. ആരെങ്കിലും ഇവിടെ പോസിറ്റീവുകാരുണ്ടോ? രുചിയും മണമൊക്കെ അറിയാമോ? ശിവാനന്ദന് അപ്പോൾ പേടിക്കണ്ട. COVID-19 എന്ന് പറയുന്ന രോഗം 90% ആളുകളിലും യാതൊരു ലക്ഷണങ്ങളുമില്ലാതെ അവർ പോലും അറിയാതെ വന്നങ്ങ് പോകും. ഒരു 10% ആളുകളിൽ മാത്രമേ അത് കോംപ്ലിക്കേഷൻ ഉണ്ടാകത്തുള്ളൂ. അതിൻ്റെ ഒന്നാമത്തെ ഒരു കോംപ്ലിക്കേഷനാണ് മണമില്ല, രുചിയില്ല. അപ്പോൾ മണവും രുചിയും 2-3 ദിവസമായിട്ടില്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, പോസിറ്റീവായിരിക്കും. എങ്കിൽ ഡോക്ടറെ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. കുറച്ചുകൂടെ അഡ്വാൻസ് സ്റ്റേജിലാണ് ഇതൊക്കെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ടങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ ഈ ആദ്യത്തെ ഒരു ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്ലോ ആയിട്ടിത് പറയുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അല്പം കൂടെ ഒന്ന് സ്പീഡ് കൂടും. കാരണം ആദ്യമേ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ബസ്സിൽ നിന്ന് തെറിച്ച് പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം വണ്ടി സ്ലോയിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ ബക്കൽ ക്യാവിറ്റി ഈസ് ബൗണ്ടഡ് ബൈ അപ്പർ ജോ ആൻഡ് ലോവർ ജോ. ബക്കൽ ക്യാവിറ്റിക്ക് ഒരു അപ്പർ ജോ ഉണ്ട്, അപ്പർ ജോ ആൻഡ് ലോവർ ജോ. ബക്കൽ ക്യാവിറ്റി ഈസ് ബൗണ്ടഡ് ബൈ അപ്പർ ജോ ആൻഡ് ലോവർ ജോ. അപ്പർ ജോയുടെ പേരെന്താണ്? മാക്സില. അപ്പർ ജോ മാക്സില. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 2 ബോണാണ് മാക്സില. ലോവർ ജോ എന്ന് പറഞ്ഞാൽ ഒറ്റ ബോണാണ്, മാൻഡിബിൾ, ഒറ്റ ബോണാണ്. ഈ ലോവർ ജോ, നമ്മുടെ ലോവർ ജോ എന്ന് പറയുന്നത് വി ഷേപ്ഡ് ബോണിൽ ഒരൊറ്റ ബോണാണ്. പക്ഷേ അപ്പർ ജോ മാക്സില 2 ഉണ്ട്. അപ്പോൾ 2 മാക്സിലയും ഒരു മാൻഡിബിൾ. അപ്പോൾ ലോവർ ജോ ഈസ് കോൾഡ് മാൻഡിബിൾ, അപ്പർ ജോ ഈസ് കോൾഡ് മാക്സില.
ഈ മാൻഡിബിളിലും മാക്സിലയിലും എന്തുണ്ട്? പല്ലുകളില്ലേ? പല്ലുണ്ട് ഇവിടെ, ഇതാ ഇങ്ങനെ പല്ലുകൾ. മാക്സില ആൻഡ് മാൻഡിബിൾസ് ആർ പ്രൊവൈഡഡ് വിത്ത് ടീത്ത്. അങ്ങനെയാണെങ്കിൽ അപ്പർ ജായിൽ കാണുന്ന പല്ലുകളെ നമുക്ക് എന്ത് വിളിക്കാം? മാക്സില്ലറി ടീത്ത്. ലോവർ ജായിലുള്ള പല്ലുകളെ എന്ത് വിളിക്കാം? മാൻഡിബുലാർ ടീത്ത്. നമുക്ക് 16 മാക്സിലറി ടീത്ത് ഉണ്ട്. അപ്പർ ജായിൽ 16, ലോവർ ജായിലും 16 മാൻഡിബുലാർ ടീത്ത്. അങ്ങനെ 32 പല്ലാണ് അഡൽറ്റിനുള്ളത്. ഒരു അഡൽറ്റിന് ടോട്ടൽ 32 ടീത്താണ്. അപ്പർ ജായിൽ 16, ലോവർ ജായിൽ 16. രണ്ട് ഒരേ എണ്ണമാണ് അപ്പറും ലോവറും. അങ്ങനെയാണെങ്കിൽ ഈ പല്ലിനെ കുറിച്ചാണ് നമുക്കൊന്ന് പഠിക്കാനുള്ളത്. ടൂത്തിൻ്റെ എണ്ണം, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, അതിൻ്റെ ടൈപ്പ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിനെ ഡെൻറ്റീഷൻ എന്ന് വിളിക്കും. ഡെൻറ്റീഷൻ ഡീൽസ് വിത്ത് the number of teeth, the arrangement of teeth, the type of teeth. ഇതുമായിട്ടെല്ലാം ബന്ധിക്കുന്നതാണ് ഡെൻറ്റീഷൻ. ഡെൻറ്റീഷനെ കുറിച്ചുള്ള ശാസ്ത്രശാഖ കൈകാര്യം ചെയ്യുന്ന ഡോക്ടറാണ് ഡെന്തിസ്റ്റ്. വളരെയധികം ബ്രാഞ്ചസ് ഉള്ള ഒരു ബ്രാഞ്ചാണ് ഡെന്തിസ്ട്രി. MBBSനും BDSനും ഒറ്റ നീറ്റാണ്. ഒരേ നീറ്റിൽ നിന്നാണ് MBBSനും BDSനും അഡ്മിഷൻ. എല്ലാവർക്കും MBBSന് പോകാനാണ് ആദ്യത്തെ ആഗ്രഹം. പക്ഷേ BDS എന്ന് പറയുന്നത് ഈക്വലി ഗുഡായിട്ടുള്ളൊരു ശാസ്ത്രശാഖയാണ് BDS, ഡെന്തിസ്ട്രി. കാരണം മനുഷ്യ ശരീരത്തിലെ പല്ലുകൾക്ക് മാത്രമായിട്ടൊരു പരീക്ഷ, ഒരു പഠനവും. നോക്കിയാട്ടെ, കണ്ണെന്ന് പറയുന്നത് MBBSലാണ് വരുന്നത്, ലിവർ MBBSലാണ് വരുന്നത്, ബ്രെയിന് MBBSലാണ് വരുന്നത്, പല്ല് മാത്രം വേറൊരു ബ്രാഞ്ച്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കോണം. എന്തുമാത്രം വികാസം പ്രാപിച്ച ബ്രാഞ്ചാണെന്നറിയാമോ BDS കഴിഞ്ഞാൽ MDSന് പോകാം. MDSന് പോയി കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകളുണ്ട്. പഴയ പോലെയൊന്നുമല്ല. പല്ല് ഡോക്ടർമാർ പല്ല് വയ്ക്കുക, പല്ലെടുക്കുക, പല്ല് ഫില്ല് ചെയ്താൽ. ഇപ്പോൾ അതൊന്നുമല്ല. ഇപ്പോൾ ഒരു പല്ലിന് കേട് വന്നാൽ ആരും ആ പല്ലെടുത്ത് കളയത്തില്ല. ആ പല്ലിനെ എന്ത് ചെയ്യുന്നു? കൺസർവ് ചെയ്യും. പല്ലിനെ കൺസർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പല്ലിനകത്ത് ഡ്രില്ല് ചെയ്ത് ആ റൂട്ട് എടുത്ത് കളഞ്ഞിട്ട് റൂട്ട് കനാൽ സർജറി എന്നൊരു പരിപാടിയുണ്ട്. നേരത്തെ ഉള്ള പല്ല് അതുപോലെ വെച്ചിട്ട് അതിൻ്റെ റൂട്ടിനെ നിർവീര്യമാക്കിയിട്ട് റൂട്ട് കനാൽ സർജറി ആയിട്ട് ക്യാപ്പ് ഇട്ട് കൊടുക്കും. കുട്ടപ്പം പല്ല്. അതിനെ കൺസർവേഷൻ ഡെന്റിസ്ട്രി എന്ന് വിളിക്കും. കൺസർവേഷൻ ഡെന്റിസ്ട്രി വന്നപ്പോൾ പല്ല് പറിച്ചു കളയുന്നത് അങ്ങ് ചുരുങ്ങി. ഉള്ള പല്ലിനെ റീറ്റെയിൻ ചെയ്ത് അതിനെ റൂട്ട് കനാൽ ചെയ്യുക. പല്ലിൻ്റെ ഘടന തെറ്റിയാൽ കറക്റ്റ് ചെയ്യാം. ഓർത്തോഡോണ്ടിക്സ്. കുഞ്ഞുങ്ങളുടെ പല്ല് പീഡോഡോണ്ടിക്സ്. എത്ര ബ്രാഞ്ച്. മാക്സിലോ ഫേഷ്യൽ സർജറി. ഒരാളുടെ ജോ ഇങ്ങനെ നീണ്ടുപോയി, അത് ശരിയാക്കാം. മാക്സിലോ ഫേഷ്യൽ സർജറി. വലിയ വാഹനാപകടത്തിലൊക്കെ പെട്ട് വലിയ മുഖമൊക്കെ ചാളിങ്ങി നാശക്കോളാലിയായിട്ട് ചെല്ലുന്നവരെ ഡെന്തിസ്റ്റ് മാക്സിലോ ഫേഷ്യൽ സർജറി വന്നിട്ട് ശരിയാക്കും. 32 പല്ലും നഷ്ടപ്പെട്ടു പോയെന്നിരിക്കട്ടെ, ആക്സിഡൻറ്റിൽ പെട്ട് 32 പല്ലും റോഡിൽ പോയി. അപ്പർ ജായിലും ലോവർ ജായിലും പല്ലുകളേ ഇല്ല. പേടിക്കണ്ട. ഡോക്ടർമാർ ഇംപ്ലാന്റ് ചെയ്യും. പല്ലിൻ്റെ സ്ഥാനത്ത് ഡ്രില്ല് ചെയ്ത് കൃത്രിമ പല്ല് വെച്ച് പിടിക്കും. 32 പല്ലും പിടിച്ചോണോ? അതും പിടിപ്പിക്കാം. അങ്ങനെയുണ്ട് ഇംപ്ലാന്റേഷൻ. എന്തുമാത്രം എന്ത് ത്രില്ലിങ്ങാണെന്നറിയാം. ഞാൻ പറഞ്ഞത് ചെറുക്ക് MBBSന് അഡ്മിഷൻ കിട്ടും, കിട്ടിയില്ല. BDSന് കിട്ടി. ഞാൻ BDSന് പോകുന്നില്ല. അതല്ല. BDS എന്ന് പറയുന്നത് ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. BDS പാസ്സായ ആരും ജോലിയില്ലാതിരിപ്പില്ല. MDSും കൂടെ എടുത്തു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് ഇട്ടാൽ എത്ര പേഷ്യൻസിനെ കിട്ടും. ലോകത്ത് 700 കോടി ജനങ്ങളുണ്ട് ഇല്ലേ? ഒരു ജനത്തിന് 32 പല്ല്. 700 കോടി × 32 പല്ലെത്രയായി? ഒരു പല്ല് ശരിയാക്കുന്നതിന് ഇപ്പോൾ 1000 രൂപ. അങ്ങനെ ഒരാൾക്ക് 32 പല്ലുണ്ടെങ്കിൽ ആ ഡോക്ടർക്ക് ആ പേഷ്യൻറ്റിന് 4-5 എണ്ണത്തിനെ കിട്ടിയാൽ പോരെ, കുശാലായില്ലേ? അതുകൊണ്ട് BDS മോശമല്ല കേട്ടോ. MBBSന് കിട്ടിയാൽ മാത്രമേ പോകുമെന്ന് നിർബന്ധമൊന്നും പിടിക്കണ്ട. ആദ്യത്തെ പ്രാവശ്യം നീറ്റ് എഴുതി BDSന് കിട്ടി. ശരി, BDSന് പൊക്കളയാം. എത്ര പേരാണെന്നറിയോ BDS കൊണ്ട് സന്തോഷമായിട്ട് കഴിയുന്നു. ഭയങ്കര അഡ്വാൻസിങ് ആണ്, പഴയൊന്നുമല്ല.
നിങ്ങൾ ആ BDS ഡെൻ്റൽ കോളേജിൽ നിന്ന് നോക്കണം. ഓർത്തോഡോണ്ടിക്സ്, പീഡോഡോണ്ടിക്സ്, മാക്സിലോഫേഷ്യൽ സർജറി എന്ന് വേണ്ട ഒരുപാട് ഇംപ്ലാന്റേഷൻ, ഒരുപാട് പരിപാടികളാണ് ഈ ഡെൻറ്റിസ്ട്രി നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡെൻറ്റീഷന് 3 പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞല്ലേ ക്ലാസ്? ഓക്കെ, ഇതൊന്ന് എഴുതിയിട്ട് ഞാൻ നിർത്തിയേക്കാം. ഹ്യൂമൻ ഡെൻറ്റീഷൻ തീക്കോഡോണ്ടാണ്. ഹ്യൂമൻ ഡെൻറ്റീഷൻ ഹെറ്ററോഡോണ്ടാണ്. ഹ്യൂമൻ ഡെൻറ്റീഷൻ ഡൈഫിയോഡോണ്ടാണ്. മനുഷ്യൻ്റെ ഡെൻറ്റീഷൻ്റെ 3 പ്രത്യേകതകളാണ്. ഇതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അല്പം കൂടെ ഞാനൊന്ന് സ്പീഡ് കൂടും. നിങ്ങൾ എപ്പോഴും ഒരു ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചുകൊണ്ട് വരണം. അപ്പോൾ നാളത്തെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ടെക്സ്റ്റ് എടുത്തൊന്ന് ഓടിച്ച് വായിക്കുക. ഡീറ്റെയിൽഡായിട്ട് വായിക്കണ്ട, നിങ്ങൾ ഓടിച്ചൊന്ന് വായിച്ച് കുറച്ച് സംശയങ്ങൾ മനസ്സിൽ വേണം. ആ സംശയങ്ങളോട് കൂടിയേ ക്ലാസ്സിൽ വരാവുള്ളൂ. ടെക്സ്റ്റ് വായിച്ചാലല്ലേ സംശയങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്നുള്ള ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഒരു 3 പേജ് എടുത്ത് ഒന്ന് വായിക്കുക. വായിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാവും, കുറേ സംശയങ്ങൾ വേണം. ക്ലാസ് കഴിയുമ്പോൾ ആ സംശയങ്ങളൊക്കെ മാറിയോ എന്ന് മനസ്സിലാക്കുക, സ്വയം വിലയിരുത്തുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബൈ.